ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. ഏത് സൈഡിലാണ്? സൊല്യൂഷൻ സൈഡിൽ. അപ്പോൾ സോൾവെന്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? സൊല്യൂഷൻ സൈഡിൽ. സൊല്യൂഷൻ സൈഡിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ആ മൈഗ്രേഷന്റെ അളവ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? കൂടാനും തുടങ്ങും, കുറയാൻ തുടങ്ങും? പറഞ്ഞേ, കുറയാൻ തുടങ്ങും അല്ലെ? ഒരു പോയിന്റ് ഓഫ് പ്രഷർ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും സോൾവെന്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്കുള്ള ഈ മൈഗ്രേഷൻ എന്താവും? സ്റ്റോപ്പ് ആവും. അപ്പൊ അവിടെ എന്ത് സ്റ്റോപ്പായി? ഓസ്മോസിസ് സ്റ്റോപ്പായി. അപ്പൊ അങ്ങനെ ഓസ്മോസിസ് സ്റ്റോപ്പ് ആവാൻ വേണ്ട പ്രഷറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ എങ്ങനെയാണ് ഡെഫിനേഷൻ പഠിച്ചത്? ഇറ്റ് ഈസ് ദ പ്രഷർ ഈക്വൽ ടു ദ മിനിമം എക്സസ് പ്രഷർ to be applied on the solution side to just prevent osmosis. അല്ലേ? ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇത് നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യനെ ആക്രമിക്കുന്ന കാര്യം കേട്ടാണ് പറഞ്ഞു അല്ലെ? അപ്പൊ ഒരു പോയിന്റ് എത്തി കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് വരവില്ല. ഇനി നമ്മൾ അതിന്റെ ശേഷം അത് പറഞ്ഞു തുടങ്ങിയ സംഗതിയാണ് എന്ത്? നമ്മള് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയ പ്രഷർ, എ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ എവിടെ അപ്ലൈ ചെയ്യണം? സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യണം. എ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ എവിടെ അപ്ലൈ ചെയ്യണം? സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നേരെ റിവേഴ്സ് ആണ് സംഭവിക്കുക. അതായത് സൊല്യൂഷൻ സൈഡിൽ നിന്ന് ഏത് പാർട്ടിക്കിൾസ് സോൾവെന്റ് മാത്രമേ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ. ലക്ഷണം സൊല്യൂട്ടിനെയാണ് ബ്ലോക്ക് ചെയ്യുക, സോൾവെന്റ് എന്ത് ചെയ്യും? അലൗ ചെയ്യും. അപ്പൊ ഈ സോൾവെന്റ് മോളിക്യൂൾ പാർട്ടിക്കിൾസ് എങ്ങോട്ട് കിടക്കാനായിട്ട് തുടങ്ങും? തിരിച്ച് പ്യുവർ സോൾവെന്റ് സൈഡിലേക്ക്, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് എങ്ങോട്ടേക്ക്? ലോവർ കോൺസെൻട്രേഷനിലേക്ക്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിളിക്കാണ് ലോവർ ടു ഹയർ. റിവേഴ്സ് ഓസ്മോസിസ് എന്താ? ഹയർ ടു ലോവർ. എപ്പോഴാണ്? if we apply a pressure greater than osmotic pressure is applied on the solution side. If we apply a pressure greater than osmotic pressure is applied on solution side. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹെഡിങ് കൊടുത്തത് കൂടെ ഇവിടെ എഴുതിയിട്ട് റിവേഴ്സ് ഓസ്മോസിസ്. If external pressure applied on the solution side is more than the osmotic pressure. If external pressure applied on the solution side is more than the osmotic pressure, the solvent molecules flow from. If external pressure applied on the solution side is more than osmotic pressure, the solvent molecules will flow from solution to pure solvent. From solution to the pure solvent. The phenomena is known as reverse osmosis. ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. കൃത്യമായിട്ട് എന്റെ താഴെ എഴുതി വയ്ക്കുക. എന്താണ് ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ? ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ വെള്ളം എന്ത് ചെയ്യുക? ഡീസാലിനേറ്റ് ചെയ്യുക. സാലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് അല്ലെ? കടൽ വെള്ളത്തിൽ ഭയങ്കര അധികം എന്താണ്? ഉപ്പാണ് അല്ലെ? അതിൽ നമുക്ക് എന്ത് വേണം? പ്യൂർ ആയിട്ടുള്ള വാട്ടർ കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്റെ കിട്ടിയില്ലേ? ബ്രാക്കറ്റ് എഴുതി വയ്ക്കുക. തൊട്ട് താഴെയുള്ള പോയിന്റ് ചെയ്ത് ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇഫ് എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ഈസ് എന്താണ്? മോർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ, ദ സോൾവെന്റ് മോളിക്യൂൾസ് വിൽ ഫ്ലോ ഫ്രം ദ സൊല്യൂഷൻ സൈഡ് ടു ഏതാണ്? പ്യുവർ സോൾവെന്റ്. ദ ഫിനോമിന ഈസ് നോൺ ആസ് റിവേഴ്സ് ഓസ്മോസിസ്. ശ്രദ്ധിക്കുക മക്കളെ. അതായത് ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കാം നമുക്ക്. അതായത് പ്യുവർ സോൾവെന്റ് ആയിട്ട് ആരെടുക്കുക? നമ്മള് വാട്ടർ എടുക്കുക. പ്യുവർ സോൾവെന്റ് ആയിട്ട് ആരെടുക്കുക? വാട്ടർ എടുക്കുക. സൊല്യൂഷൻ ആയിട്ട് ആരെങ്കിലും എടുക്കണ്ടേ? സീ വാട്ടർ എടുക്കണം അല്ലെ? സൊല്യൂഷൻ ആയിട്ട് ആരെടുക്കണ്ടേ? സീ വാട്ടർ. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നമ്മള് എക്സസ് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോ സീ വാട്ടറിൽ നിന്ന് സീ വാട്ടറിന്റെ സോൾവെന്റ് ആരാ? പറയടാ, വാട്ടർ. അതെങ്ങോട്ട് കിടക്കും? വാട്ടറിന്റെ സൈഡിലേക്ക് കിടക്കും. അപ്പൊ നമുക്ക് കൂടുതൽ എന്ത് കിട്ടും? ശുദ്ധിയായിട്ടുള്ള വെള്ളം കിട്ടും. അപ്പൊ കടലിലെ വെള്ളം എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കുക എന്നുള്ളത് ഏത് പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? റിവേഴ്സ് ഓസ്മോസിസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് +2 മോഡൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചോദ്യം, വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, എന്താ റിവേഴ്സ് ഓസ്മോസിസ്? ഇഫ് the external pressure applied on the solution side is more than
the osmotic pressure, the solvent molecules എന്താണ് move from എവിടുന്ന് എവിടേക്കാണ് flow from solution side to pure solvent side. It is called reverse osmosis. Application എന്താണ് desalination of sea water. Okay. ഇനി ശ്രദ്ധിക്കുക, ഇത് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻസിന്റെ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് കാണുന്നത് അല്ലെ. എന്താ ഇതിന്റെ സിമ്പിൾ എം പറയേ എം ബി. അപ്പൊ നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഉപയോഗിച്ച് എം ബി കാണാൻ പഠിച്ചു, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് എം ബി കാണാൻ പഠിച്ചു, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് എം ബി കാണാൻ പഠിച്ചു. ഇനി ഏതാ അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ത്, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ എഴുതുക, ഒരു ഹെഡിങ് പോലെ കൊടുത്ത് വാൻ ഹോഫ് തിയറി ഓഫ് ഡൈലൂട്ട് സൊല്യൂഷൻസ്. വാൻ ഹോഫ് VAN''T വാൻ ഹോഫ് തിയറി ഓഫ് ഡൈലൂട്ട് സൊല്യൂഷൻസ്. ഒരു ജസ്റ്റ് ഇക്വേഷൻ തന്നെ പഠിക്കാളൂ. വാൻ ഹോഫ് തിയറി ഓഫ് ഡൈലൂട്ട് സൊല്യൂഷൻസ്. വാൻ ഹോഫ് തിയറി ഓഫ് ഡൈലൂട്ട് സൊല്യൂഷൻസ്. ശ്രദ്ധിക്കുക, ഇതിൽ എന്താണ് പറയുന്നത്, ഇത് ഇത്രയേ ഉള്ളൂ. ഫോർ വെരി ഡൈലൂട്ട് സൊല്യൂഷൻസ്, നമ്മൾ ഡൈലൂട്ട് സൊല്യൂഷൻസിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഫോർ വെരി ഡൈലൂട്ട് സൊല്യൂഷൻസിന്റെ കാര്യം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡൈലൂട്ട് സൊല്യൂഷൻസ് എന്തുപോലെ ബിഹേവ് ചെയ്യുന്നതാണ്, ഐഡിയൽ ഗ്യാസിന്റെ ഒരു ബിഹേവിയർ തന്നെയാണ് ആർക്കുള്ളത്, ഡൈലൂട്ട് സൊല്യൂഷൻസിനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ ഐഡിയൽ സൊല്യൂഷന്റെ ഇക്വേഷൻ? എഴുതാൻ വരട്ടെ. PV എന്താണ് nRT ആണോ? അവിടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കാം. എന്താ, ഡൈലൂട്ട് സൊല്യൂഷൻസ് ആർ ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസസ് അല്ലെ, ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ എക്സർട്ടഡ് ബൈ ദം കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഐഡിയൽ ഇക്വേഷൻ നമ്മൾ കൊടുക്കാം. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഡൈലൂട്ട് സൊല്യൂഷൻസ് ഏത് ഒബേ ചെയ്യുന്നുണ്ട്, ഐഡിയൽ ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ലോസിന്റെ ഇക്വേഷൻ തന്നെ ആർക്കും നമുക്ക് അപ്ലിക്കബിൾ ആക്കാം, ഡൈലൂട്ട് സൊല്യൂഷൻസിനും അപ്ലിക്കബിൾ ആക്കാം. അങ്ങനെ ഒരു അസംഷനിലാണ് എന്ത് ചെയ്യണത്, അത് കൊണ്ടുപോകുന്നത്. അപ്പൊ PV nRT ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. P എന്ന് പറഞ്ഞാൽ എന്താ, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്, P എന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് എന്ത്, പൈ. പൈ എന്ന് പറഞ്ഞാൽ എന്ത് പ്രഷറാണ്, അപ്പൊ നമ്മുടെ സൊല്യൂഷൻ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷർ. പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ. ബാക്കി എന്താ, പൈ ഇൻറ്റു V ഈക്വൽ ടു ആര്, nRT. അവിടെ ഒന്നും മാറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഡൈലൂട്ട് സൊല്യൂഷൻസ് ഏതുപോലെ ബിഹേവ് ചെയ്യും, ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ എടുത്തത്. അങ്ങനെ ഒരു അസംഷന്റെ പുറത്താണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്, അത്രയേ ഉള്ളൂ. അതിൽ ചെറിയൊരു സിമ്പല് മാത്രം മാറ്റിയിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ പിക്ക് പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, പൈ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് പിക്ക് പകരം എന്താ ഉപയോഗിക്കുന്നത്, പൈ. അപ്പൊ പൈ V ഈക്വൽ ടു എന്താണ്, nRT. പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, സൊല്യൂഷൻ സൈഡിൽ വരുന്ന പ്രഷർ ഏത് സമയത്ത്, ടു ജസ്റ്റ് പ്രിവെന്റ് ഓസ്മോസിസ്. അതാണ് പൈ, അതായത് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ പൈ V ഈക്വൽ ടു nRT. അപ്പൊ പൈ ഈക്വൽ ടു എന്താണ് വരിക, പൈ ഈക്വൽ ടു nRT ബൈ ആരാ, വോളിയത്തിനോട് കൊണ്ടുവല്ലേ V. അപ്പൊ എന്താ, V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൊല്യൂഷന്റെ വോളിയം അല്ലെ, ടോട്ടൽ വോളിയം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഇവിടെ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. എന്താ ഈ N/V അപ്പൊ എന്തായിരിക്കും, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം. ആരാ, ഉറക്കെ പറ, ഉറക്കെ പറയടാ, മൊളാരിറ്റി അല്ലെ, LITY ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പൈ ഈക്വൽ ടു CRT. എന്ത് ഉപയോഗിക്കുന്നത്, C എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മോൾസിനെ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് C എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിച്ചത്, പക്ഷെ ഇവിടെ C ആണ്. ചെറിയ ചെറിയ സിമ്പലുകളുടെ വ്യത്യാസം. എന്താ സംഗതി, അത് മൊളാരിറ്റി ആണ് അല്ലെ. അപ്പോ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ എന്തായിട്ടായിരുന്നു ബന്ധം, മൊളാരിറ്റി ആയിട്ടായിരുന്നു ബന്ധം ആണോ? പക്ഷെ ഓസ്മോട്ടിക് പ്രഷർ ആരായിട്ടാണ് കണക്ഷൻ, മൊളാരിറ്റി ആയിട്ടാണ് എന്ത് വരുന്നത്, റിലേഷൻഷിപ്പ് വരുന്നത്. പൈ ഈക്വൽ ടു എന്താണ്, നമുക്കൊരു ഇക്വേഷൻ വന്ന് കിടക്കുകയാണ് CRT. അതില് C എന്ന് പറഞ്ഞാൽ എന്താണ്, C എന്ന് പറഞ്ഞാൽ എന്താ, മൊളാരിറ്റി അല്ലെ. C എന്ന് പറഞ്ഞാൽ എന്താ, മൊളാരിറ്റി. അപ്പൊ ഇതിന് വളരെ ക്ലിയർ ആണ്. പൈ എന്ന് പറയുന്നത് ആരെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, N എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരെ പറഞ്ഞേ, സൊല്യൂട്ടിന്റെ എണ്ണം മാത്രമേ ഉള്ളൂ. R ഉം D യും വ്യത്യാസം ഉണ്ടോ, ഇല്ല. വോളിയം വ്യത്യാസം ഉണ്ടോ,
ഇപ്പൊ 2 മോള് ഷുഗർ 2 മോള് സോൾട്ട്, രണ്ട് കേസിലും എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ പൈ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്നിന്റെ വാല്യൂനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഷുഗറും സോൾട്ടും ആകുമ്പോ അതിൽ വേറെ വല്ലതും മാറ്റമുണ്ടോ? ഷുഗറിനെയും സോൾട്ടിനെയും റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ അതിൽ വരുന്ന നേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ആർ ഓൾവേസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടി പിന്നെ നമ്മളാണ് തീരുമാനിക്കുന്നത്. വോളിയം പിന്നെ അതും ആരാ തീരുമാനിക്കണേ? നമ്മളാണ് തീരുമാനിക്കുന്നത്. ഞാൻ 1 ലിറ്റർ സൊല്യൂഷനിൽ 2 മോള് സോൾട്ട് ഇട്ടു, 2 മോള് ഷുഗർ ഇട്ടു. ആറും ടിയും ബിയും സെയിം അല്ലേ? എന്നും സെയിം അല്ലേ? 2 മോളല്ലേ ഇട്ടെ? അപ്പൊ രണ്ടിന്റെയും ഉത്തരം ഏത് ഉത്തരം? പൈ. പൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്ത് സെയിം ആ? നമ്പർ ഓഫ് മോൾസ് സെയിം ആ. പക്ഷെ എന്ത് ഡിഫറന്റ് ആയി? ഒന്ന് സോൾട്ടും ഒന്ന് ഷുഗറും ആണ്. എന്ത് ഡിഫറന്റ് ആയി? നേച്ചർ ഡിഫറന്റ് ആയി. നേച്ചർ ഡിഫറന്റ് ആയാലും പൈയിൽ എന്ത് വന്നില്ല? അതായത് പൈ അപ്പൊ എന്ത് പ്രോപ്പർട്ടിയാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളതാണ്. അപ്പൊ പൈ ഈക്വൽ ടു CRT. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഇവിടുന്ന് ഒരു ഏര കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറയാം കേട്ടോ. ജസ്റ്റ് ഒരു ഏര കൊടുത്തിട്ട് എഴുതിയിടാൻ. പക്ഷെ എന്താ? പൈ പ്രപ്പോർഷണൽ ടു ആരാ മക്കളെ? പൈ പ്രപ്പോർഷണൽ ടു n. അതുകൊണ്ട് പൈ എന്ത് പ്രോപ്പർട്ടിയാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ പൈ ഈക്വൽ ടു CRT എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് വന്നേക്കാണ്. അതിൽ സി എന്ന് പറഞ്ഞാൽ എന്താണ്? പറയട്ടോ നിങ്ങൾ. സി എന്ന് പറഞ്ഞാൽ എന്താ? മൊളാരിറ്റി. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് അറിയണല്ലേ? ആണോ? അതെ. എന്താ മൊളാരിറ്റിയുടെ ഇക്വേഷൻ? അപ്പൊ ഞാൻ എഴുതാം പൈ ഈക്വൽ ടു സി. സി ഫോർ മൊളാരിറ്റി. എന്താ മൊളാരിറ്റിയുടെ ഇക്വേഷൻ? ഞാൻ ചോദിക്കുന്ന ആൾ പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞേ. ആരെ പറയുന്നേ? ആരായിട്ട് ഒന്ന് പറഞ്ഞേ. മൊളാരിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞേ. WB ഇൻറ്റു കറക്റ്റ് ആയിട്ട് പറയും. 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു പറയേ വോളിയം ഇൻ മില്ലി ലിറ്റർ. ശരിയല്ലേ? ഇരിക്കോ? അപ്പൊ ഈ സിക്ക് പകരം മാഷ് എന്ത് കൊടുത്തു? അതിന്റെ ഇക്വേഷൻ കൊടുത്തു. ഇനി ആരൊക്കെ ഉണ്ട് ഇവിടെ? ആറും ടിയും. അതെവിടെയാ? മുകളിലടിയില്ല, മുകളിലല്ലേ? നമുക്ക് കാണേണ്ടത് എന്താ? MB. അപ്പൊ MB ഈക്വൽ ടു എന്താ വരിക? WB ഇൻറ്റു 1000 ഇൻറ്റു RT ഓൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ. അപ്പൊ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടും സൊല്യൂട്ടിന്റെ എന്ത് കണ്ടുപിടിക്കാം? മോളാർ മാസ് കണ്ടുപിടിക്കാം. എന്താ പറഞ്ഞത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന എന്ത് പ്രോപ്പർട്ടിയാ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് കണ്ടെത്താം? സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്താ ഇക്വേഷൻ? MB ഈക്വൽ ടു WB into 1000 RT by pi into V in milliliter. വോളിയം ഇൻ മില്ലി. മറ്റേത് പറഞ്ഞത് മാഷ് ഏതാ? റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറഞ്ഞത് MB ഈക്വൽ ടു WB into MA into P0A divided by WA into P0A minus ഇക്വേഷൻ അല്ലേ? അപ്പോ ഇവിടെ നിൽക്കട്ടെ. അടുത്ത കൂടെ പറയാം. MB എലവേഷൻ AB into WB into 1000 by delta TB into WA into ആണോ? MB ഏതാ? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. KF into WB into 1000 divided by delta TF into WA in. ഇപ്പൊ ഒരെണ്ണം കൂടെ ആയി അല്ലേ? ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഏതാ? WB into 1000 into RT divided by pi into volume in milliliter. 1000 ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രാമില് ആകുമ്പോഴാണ് 1000 വരിക കേട്ടോ. മില്ലി ആകുമ്പോഴാണ് 1000 വരിക. പക്ഷെ ഒരു കാര്യം ചെയ്യുന്നത്, ഈ P0 തൽക്കാലം ഒടിക്കെടുത്ത് എഴുതട്ടെ. അടിയിലിക്കല്ലേ വരുവാൻ അല്ലേ? ഒളിക്കുള്ള സാധനം അടിയിലേക്ക് എഴുതെടുത്ത് എഴുതാലോ. അപ്പൊ ഇതിന്റെ അടിയിലേക്കല്ലേ വരിക? ആണോടാ? റെസിപ്രോക്കൽ എടുക്കുമ്പോ ഇങ്ങോട്ട് പൊക്കോളും, ടോപ്പിലേക്ക് പൊക്കോളും അല്ലെ? ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് MB കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ വാല്യൂസ് ഒന്ന് എഴുതാം. ആറിന്റെ വാല്യൂ നമുക്ക് അറിയുന്നതാണ്. ഓരോ പ്രോബ്ലത്തിൽ പക്ഷെ പറയാം അല്ലെ? വാൻ ഹോഫ് ഇക്വേഷൻ V pi V ഈക്വൽ ടു അത്രയേ ഉള്ളൂ സംഗതി. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാം? മാർക്ക് വയ്ക്കും. ഇതിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പഠിക്കണ്ട. ഡെറിവേഷൻ റിലേറ്റീവ് ലോവറിംഗിന്റെ വേണ്ടി വരും കേട്ടോ. ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബാക്കിയൊന്നും പഠിക്കുന്ന മെയിൻലി ഇക്വേഷൻസ് എന്ത് ചെയ്യാം? പഠിക്കാം. പാഠം തീരുകയാണ് കേട്ടോ. ചെറിയൊരു ടോപ്പിക് കൂടെ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ എന്താ പാഠം ഇന്നത്തോടെ അവസാനിപ്പിക്കാം. അപ്പൊ MB ഈക്വൽ ടു എന്താ? WB into 1000 into RT all divided by pi into
വോളിയം ഇൻ മില്ലിലിറ്റർ. നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇക്വേഷൻസിൽ മുഴുവൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഏതാണ് 1000 ശ്രദ്ധിക്കണം കേട്ടോ. അടിയിൽ നിങ്ങൾ കിലോഗ്രാം നേരിട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിൽ എന്ത് ഉപയോഗിക്കരുത്, 1000 ഉപയോഗിക്കരുത്. ഇനി സ്കൂളിൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 1000 ഉണ്ടാവില്ല. കൺഫ്യൂഷൻ ആവണോ? വേണ്ട. സ്കൂളിൽ എടുക്കുമ്പോൾ 1000 ഉണ്ടാവില്ല, എന്തായാലും സ്കൂളിൽ അത് ഇട്ടില്ല. അപ്പൊ അടിയിൽ നമ്മൾ എന്തിലും ഉപയോഗിക്കണം, കിലോഗ്രാമിലോ വോളിയം ആണെങ്കിൽ ലിറ്ററിലോ എന്ത് ചെയ്യണമെന്ന് മാത്രം ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? ശ്രദ്ധിച്ചോളൂ. വേഗാവട്ടെ, വേഗം സെറ്റ് ചെയ്തെടുത്തത്. പ്രത്യേകിച്ചും MB equal to WP into 1000 RT by pi into volume in milliliter. അപ്പൊ എത്ര രീതിയില് നമുക്ക് ഒരു പർട്ടിക്കുലർ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കാണാം. എത്ര മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ കയ്യില്? 4 മെത്തേഡ്സ് ഉണ്ട് അല്ലെ. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് കാണാം, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ശരിയല്ലേ? 4 മെത്തേഡ്സ്. ഇതിൽ ഏത് മെത്തേഡാണ് ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏറ്റവും നല്ല മെത്തേഡ് നമ്മൾ അവസാനം പഠിച്ച മെത്തേഡാണ്. ഏത് മെത്തേഡാണ്? ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡാണ് എന്ത് ഏറ്റവും നല്ല മെത്തേഡ്. കുഴപ്പമില്ലല്ലോ. ഏത് മെത്തേഡാ? ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡാണ് എന്ത് മോസ്റ്റ് പ്രിഫേർഡ് മെത്തേഡ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ബോയിലിംഗ് പോയിന്റിലുള്ള വ്യത്യാസമൊക്കെ മെഷർ ചെയ്യണം അല്ലെ. നമ്മളിപ്പോ ഡെൽറ്റ TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TB വേണം, T0 B വേണം. അപ്പൊ അതിൽ ആ ഡെൽറ്റ TBയുടെ ഒക്കെ വാല്യൂ വളരെയധികം എന്തായിരിക്കും, വളരെയധികം ചെറുതായിരിക്കും. അപ്പൊ അതിന്റെ വേരിയേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ? ഡെൽറ്റ TB ആയിക്കോട്ടെ, റിലേറ്റീവ് ലോവറിംഗ് ആയിക്കോട്ടെ, ഇതിലൊക്കെ വരുന്ന ആ ഒരു വേരിയേഷൻ, മൈന്യൂട്ട് വേരിയേഷൻസ് ആണ് ഉണ്ടാവും. അപ്പൊ ഈ വേരിയേഷൻസ് വളരെ ചെറുതാകുമ്പോൾ അത് മെഷർ ചെയ്യാൻ കുറച്ച് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഓസ്മോട്ടിക് പ്രഷറിന്റെ കേസിൽ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കൃത്യതയാർന്ന ഉത്തരം ലഭിക്കുക ഏത് മെത്തേഡിലാണ്? ഓസ്മോട്ടിക് പ്രഷർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഏത് മെത്തേഡാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? 4 ഏത് മെത്തേഡാണ് പ്രിഫർ ചെയ്യുക? ഓസ്മോട്ടിക് പ്രഷർ ആണ് എന്ത് ചെയ്യുക, നമ്മൾ മെഷർ ചെയ്യുക. കാരണം എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ കുറച്ചുകൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അളന്നെടുക്കാൻ, എക്സ്പെരിമെന്റലി കുറച്ചുകൂടെ ആക്യുറേറ്റ്ലി അളന്നെടുക്കാൻ പറ്റുന്നത് ഏതാണ്, ഓസ്മോട്ടിക് പ്രഷർ ആണ്. തൊട്ട് താഴെ എഴുതി വയ്ക്കുക. അത് എഴുതി കഴിഞ്ഞോ? എഴുതി അവസാനിപ്പിച്ചില്ലേ? തൊട്ട് താഴെ എഴുതി വയ്ക്കുക. Which method is preferred? Which method is preferred for? Which method is preferred for measuring? Which method is preferred for measuring? Which method is preferred for measuring? എന്താണ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്? ഏത് മെത്തേഡാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? Which method is preferred for measuring molecular mass? ഏത് മെത്തേഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുക? കൃത്യമായിട്ട് എഴുതുക. The osmotic pressure method is preferred especially for polymers, macromolecules. എക്സ്പെഷ്യലി ഫോർ പോളിമേഴ്സ്, പോളിമറുകളുടെ വെയിറ്റ് കാണാനും, അതുപോലെ മാക്രോ മോളിക്യൂൾസ്, വലിയ മോളിക്യൂൾസിന്റെ മാക്രോ മോളിക്യൂൾസ് ആൻഡ് സ്ലൈറ്റ്ലി സൊല്യൂബിൾ സബ്സ്റ്റാൻസസ്. ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രിഫേർഡ്. അങ്ങനെ എഴുതി വന്നേ നമ്മളത്, പ്രിഫേർഡ് എസ്പെഷ്യലി ഫോർ polymers, macromolecules and slightly soluble substances because പ്രധാനപ്പെട്ട ചോദ്യമാണ്, because osmotic pressure can be measured more accurately. Osmotic pressure can be measured more accurately. Osmotic pressure നമുക്ക് കുറച്ചുകൂടെ എന്താണ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ്. because osmotic pressure can be measured more accurately. Osmotic pressure can be measured more accurately. ശ്രദ്ധിച്ച്. അപ്പൊ ഏത് മെത്തേഡാണ് മെഷർ ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്? നമ്മള്
ഓസ്മോട്ടിക് പ്രഷർ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. ശ്രദ്ധിക്കുക, ബോർഡ് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് കൊടുത്തോ, അവസാനിപ്പിക്കാം. ഐസോടോണിക് സൊല്യൂഷൻസ്. ഐസോടോണിക് സൊല്യൂഷൻ ബോർഡിൽ നോക്കി. ഞാനൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചു, സൊല്യൂഷൻ എടുക്കുകയാണ്. ഇത് സൊല്യൂഷൻ എ ആണ്. സൊല്യൂഷൻ എ. വേറൊരു പാത്രം അതേ അളവിൽ തന്നെ സൊല്യൂഷൻ ബി എടുത്തു. ഇതിന്റെ ഓസ്മോട്ടിക് പ്രഷർ 100 atm ആണ്. ഇതിന്റെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാ? 100 atm. ബിയുടെ മുകളിൽ വരുന്ന ഓസ്മോട്ടിക് പ്രഷർ എത്ര atm ആണ്? 100 atm ആണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ എയും ബിയും എന്താ? ഐസോടോണിക് ആണ്. എയും ബിയും എന്താ? അപ്പൊ എന്താ ഐസോടോണിക്? അവരുടെ എന്ത് സെയിം ആയിരിക്കും? എന്ത് പ്രഷർ സെയിം ആയിരിക്കും? അവരുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിരിക്കും. അപ്പൊ ടു സൊല്യൂഷൻസ് ഹാവിംഗ് ദ പറഞ്ഞ സെയിം osmotic pressure in a given temperature is called isotonic solution. ബുദ്ധിമുട്ടില്ലല്ലോ. രണ്ട് സൊല്യൂഷൻസിന്റെ ഓസ്മോട്ടിക് പ്രഷർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പെട്ടെന്ന് എഴുതി അവസാനിപ്പിച്ച ഡെഫിനിഷൻ. ടു സൊല്യൂഷൻസ് ഹാവിംഗ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ. ടു സൊല്യൂഷൻസ് ഹാവിംഗ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഐസോടോണിക്. ഈസ് ഐസോടോണിക്. ടു സൊല്യൂഷൻസ് having the same osmotic pressure. Two solutions having the same osmotic pressure at a given temperature are said to be isotonic. ശ്രദ്ധിക്കുക മക്കളെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ബോർഡിലൊന്ന് ശ്രദ്ധിച്ചേ. ഇതിന്റെ പൈ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. പൈ എ എന്താ വരിക? പൈ എ എന്താ വരിക? നേരത്തെ ഒരു ഇക്വേഷൻ എഴുതി നമ്മൾ അല്ലെ, പൈ കാണാനായിട്ട്. പൈ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? WP into 1000 divided by into RT by MA. അല്ല, അപ്പോ ഇവിടെ ഏത് പറയുമ്പോ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇത് പൈ 1 കേട്ടോ. പൈ 1. അപ്പൊ WBക്ക് പകരം എന്ത് കൊടുക്കാം? W1 എന്ന് കൊടുക്കാം. കുഴപ്പമില്ലല്ലോ, സൊല്യൂട്ട്. അടിയിലാരാ? MB ആണോ? ആണോടാ. അപ്പൊ MBക്ക് എത്ര കൊടുക്കാം? M1 കൊടുക്കാം. ഇൻറ്റു എന്താ? വോളിയം അല്ലേ? വോളിയം ഇൻ എന്താ? മില്ലി ലിറ്റർ. ഇതൊന്നും എഴുതണ്ട കേട്ടോ. പൈ 2 എന്താ വരിക? അപ്പോ W2 ഇൻറ്റു 1000 ഇൻറ്റു RT ബൈ M2 ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ. ഇത് രണ്ടും ഈക്വൽ ആണല്ലേ പറയണേ? ഏത് രണ്ട് ഈക്വൽ ആണ്? ഐസോടോണിക് ആണെങ്കിൽ പൈ 1ഉം പൈ 2 എന്താവണം? ഈക്വൽ ആവണം. അതായത് W1 ഇൻറ്റു 1000 RT ബൈ M1 ഇൻറ്റു ആരാ? വോളിയം ഇൻ മില്ലി ലിറ്റർ. അപ്പുറത്ത് ആരാ? W2 ഇൻറ്റു 1000 അല്ലെ? RT ബൈ M2 ഇൻറ്റു ആരാ? വോളിയം ഇൻ മില്ലി ലിറ്റർ. അപ്പൊ വോളിയം കട്ടായി, RT രണ്ട് സൈഡിൽ കട്ടായി, 1000 കട്ടായി. ബാക്കി എന്താ വരിക മക്കളെ? പറഞ്ഞേ. W1 ബൈ M1 ഈക്വൽ ടു എന്താവും? W2 ബൈ M2. അതായത് ഐസോടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ആണ് ഈ കാണുന്നത്. ഐസോടോണിക് ആണെങ്കിൽ എന്താ? W1 ബൈ M1. ഇതെന്താ? W1 എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂട്ടിന്റെ ഗിവൺ വെയിറ്റ് ബൈ ആ സൊല്യൂട്ടിന്റെ എന്താ? നമ്പർ ഓഫ് മോൾസ്. രണ്ടാമത്തെ നമ്പർ ഓഫ് മോൾസിനോട് എന്താവണം? കാരണം പൈ എന്ത് പ്രോപ്പർട്ടിയാണ്? അപ്പൊ നമ്പർ ഓഫ് മോൾസ് അല്ലേ ഈക്വൽ ആവാം. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിടാന്ന് മാത്രം. മനസ്സിലായ? അപ്പൊ ഐസോടോണിക്കിന്റെ താഴെ എന്താ ഇക്വേഷൻ എഴുതിയിട്ടെ? W1 ബൈ M1 ഈക്വൽ ടു W2 ബൈ M2. എന്താ അതിന്റെ മീനിങ്? രണ്ട് സൊല്യൂഷനിലുള്ള ആരുടെ? സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എന്ത് സെയിം ആണ്? നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. ആണോ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണ്. അതുകൊണ്ടാണ് എന്ത് ഈക്വൽ ആയിട്ട് നിൽക്കണേ? അവരുടെ എന്ത് ഈക്വൽ ആയിട്ട് നിൽക്കണേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിച്ചത്? സെയിം ഓസ്മോട്ടിക് പ്രഷർ, ഐസോടോണിക്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതാം. ഐസോടോണിക് എന്താ? സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ. സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ത് പ്രോപ്പർട്ടിയാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനാ ഡിപ്പെൻഡ് ചെയ്യണേ? അപ്പോ ഐസോടോണിക് സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് രണ്ട് സ്ഥലത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ ഇക്വേഷൻ ആയിട്ട് കണ്ടത്. ഇതൊന്നും എഴുതേണ്ട, അടുത്ത് മാത്രം എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് 1 ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് 2. ആദ്യത്തെ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ അതേ നമ്പർ ഓഫ് മോൾസ് തന്നെയായിരിക്കും രണ്ടാമത്തെ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്. ദാറ്റ്സ് വൈ ദ ഓസ്മോട്ടിക് പ്രഷേഴ്സ് ആർ സെയിം.
Why? Because osmotic pressure is a colligative property which depend only upon the number of solute particles. കുഴപ്പമില്ലല്ലോ. ബൈ ഇക്വേഷനോട് എഴുതി നമ്മൾ ആവശ്യമുള്ള മാത്രമേ എഴുതണുള്ളൂ. കട്ടിങ്ങൊന്നും ചെയ്യാൻ ചോദിക്കില്ല, അതുകൊണ്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് കേട്ടോ. ഇത് വായിച്ചോട്ടെ, ഈ സെക്ഷൻ വായിക്കുന്നത്. ഇനി അടുത്ത ഹെഡിങ് ആണ് ഹൈപ്പോട്ടോണിക്കും അതുപോലെ എന്താണ് ഹൈപ്പർ ടോണിക്കും. ഹൈപ്പോട്ടോണിക് ആൻഡ് ഹൈപ്പർടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് അങ്ങനെ ഇരിക്കും. അതായത് കോൾഡ് ശ്രദ്ധിച്ചേ, ഇതിലും സിമ്പിളാണ്. രണ്ട് ഈക്വൽ ആവുകയാണെങ്കിൽ എന്താണ്? ഐസോട്ടോണിക്. ഇവിടുത്തെ ഓസ്മോട്ടിക് പ്രഷർ 100, ഇപ്പുറത്തെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാ? 150. ഒരു സൈഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാ? 100. മറ്റേ സൈഡിൽ എത്രയാ? കൂടുതൽ ടെൻഷൻ വരുമ്പോൾ എന്താ പറയാ? ഹൈപ്പർ ടെൻഷൻ അല്ലെ. അപ്പൊ കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷൻ എന്ന് വിളിക്കാം ഹൈപ്പർടോണിക്. കമ്പാരിറ്റീവ്ലി കുറവുള്ളതിനെ എന്ന് വിളിക്കാം ഹൈപ്പോട്ടോണിക്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഒരെണ്ണത്തിനേക്കാൾ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനേക്കാളും കുറവാണെങ്കിൽ അവൻ ഹൈപ്പോട്ടോണിക് ആണ്, കൂടുതലാണെങ്കിൽ എന്താ? കമ്പാരിറ്റീവ്ലി അവൻ ഹൈപ്പർടോണിക് ആണ്. കമ്പാരിസൺ ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെ. ഇവര് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ഹൈപ്പർടോണിക്? ബി ആണ്. എന്റെ അപ്പുറത്ത് ഒരു 200 ATM ഓസ്മോട്ടിക് പ്രഷർ ഉള്ള ആൾ വന്നാൽ ഇവൻ എന്തായി? അവനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈപ്പോട്ടോണിക്. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പെട്ടെന്ന് എഴുതിട്ട് പോവാ. എന്താണ്? അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഔട്ട് ഓഫ് ടു സൊല്യൂഷൻസ്, at the same temperature, comma, out of two solutions, the one having higher osmotic pressure is said to be arana. Higher osmotic pressure is said to be hypertonic. The one having higher osmotic pressure is said to be hypertonic, and the other having lower osmotic pressure is said to be lower osmotic pressure hypotonic. Lower osmotic pressure is said to be hypotonic. അപ്പൊ എന്താണ്? ഹൈപ്പർടോണിക്കും ഹൈപ്പോട്ടോണിക്കും. കൂടുതലുള്ളത് എന്താ? ഹൈപ്പർടോണിക്. കുറവുള്ളത് എന്താ? ഹൈപ്പോട്ടോണിക്. കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ ഒരു പരിധിവരെ കഴിഞ്ഞ അപ്ലിക്കേഷൻസ് ആണ്. അത് നമുക്ക് നോക്കാൻ ഓരോന്നിട്ട് മാഷ് പറയാതെ എഴുതണ്ട കേട്ടോ. ഇനി അബ്നോർമൽ മോളാർ മാസോട് കഴിഞ്ഞ എന്താ ചാപ്റ്റർ കഴിഞ്ഞു. സമയം എന്തായി? 8 പറയും സമയമുണ്ട്. ഇനി ശ്രദ്ധിക്കുക, അപ്ലിക്കേഷൻസ് ഓഫ് ഓസ്മോസിസ് ഒരു ഹെഡിങ് ആക്കിയിട്ട് തൊട്ട് താഴെ. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, പോയിന്റ്സ് മാത്രം എഴുതി പോയാൽ. അപ്ലിക്കേഷൻസ് ഓഫ് എന്താണ് ഓസ്മോസിസ്. ശ്രദ്ധിക്കുക, രണ്ട് എന്താ എഗ്സ് എടുക്കുക, കോഴിമുട്ടകൾ എടുക്കുക. എന്നിട്ട് എന്താ ഒരെണ്ണം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ വെക്കണം, ഒരെണ്ണം എവിടെ വെക്കണം? പച്ചവെള്ളത്തിൽ വെക്കണം. ശ്രദ്ധിക്കുക എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കണം. അപ്പൊ ഇതൊരു കോഴിമുട്ട എടുത്തു, അതിൻ്റെ ഉള്ളിൽ എന്താണ്? വെള്ളം ഒഴിച്ചു. ഇത് വെള്ളമാണ്, വാട്ടറാണ് കേട്ടോ. അപ്പുറത്ത് എന്താ? അപ്പുറത്ത് നമ്മളിത് വെക്കുന്നത് എവിടെയാ? അപ്പുറത്ത് വയ്ക്കുന്നത് സോൾട്ട് സൊല്യൂഷൻ. ഓക്കെ, സോൾട്ട് സൊല്യൂഷനിൽ വയ്ക്കും. ഇതിനെന്താ സംഭവിക്കുക? ഇത് വെള്ളവും മറ്റേതെന്താ? ഉപ്പ് വെള്ളമാണ് അല്ലെ. ഇതിന്റെ ആ ഔട്ടർ സൈഡ് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു മെംബ്രെയിൻ പോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ മെംബ്രെയിനിലൂടെ ആ മെംബ്രെയിൻ എന്തുപോലെ ആക്ട് ചെയ്യും? ഒരു SPM പോലെ ആക്ട് ചെയ്യും. SPM പോലെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ആദ്യത്തെ കേസ് പരിശോധിക്കാം. കോഴിമുട്ട വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളില് കുറെ സാധനങ്ങളുണ്ട് അല്ലെ. ഇതിന്റെ ഉള്ളിൽ കുറെ എന്തുണ്ടാവും? പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസ് പുറത്തുണ്ടാവും. എവിടെയാ കോൺസെൻട്രേഷൻ കൂടുതൽ? ഉള്ളിലാണോ പുറത്താണോ? ഉള്ളിൽ പ്യുവർ വാട്ടറാണ്. അപ്പൊ എവിടെയാ കോൺസെൻട്രേഷൻ കൂടുതൽ? ഉള്ളിലല്ലേ. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ അല്ല പറയണത്, വാട്ടർ പ്യുവർ ആണ്. അതിലേക്ക് ഉപ്പിടുമ്പോഴാണ് എന്ത്? വാട്ടറിൽ കോൺസെൻട്രേഷൻ വരുന്നത്. ആരുടെ കോൺസെൻട്രേഷൻ? ഉപ്പിന്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ എന്തോ പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ. അപ്പൊ പ്യുവർ വാട്ടറിൽ സൊല്യൂട്ട് ഒന്നും തന്നെ ഇല്ല. പ്യുവർ വാട്ടറിൽ എന്തില്ല? സൊല്യൂട്ട് ഒന്നുമില്ല. പക്ഷെ കോഴിമുട്ടയുടെ ഉള്ളിൽ അങ്ങനെയാണോ? അല്ല, അതിലെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്, പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് അല്ലെ. കറക്റ്റ് അല്ലേ? അപ്പൊ എവിടെയാണ് കോൺസെൻട്രേഷൻ കുറവ്? പുറത്താണോ അകത്താണോ? ഉറക്കെ പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. പുറത്താണ് എന്ത്? കോൺസെൻട്രേഷൻ കുറവ്. എവിടെയാ കോൺസെൻട്രേഷൻ കൂടുതൽ? ഉള്ളില് അല്ലെ. എവിടെയാണ് കോൺസെൻട്രേഷൻ കൂടുതൽ? ഉള്ളില്. എന്തുകൊണ്ടാണ് ഉള്ളില് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഉള്ളിലാണ് എന്തുള്ളത്? പ്രോട്ടീൻസും വേറെ കോഴിമുട്ടയുടെ ഉള്ളിലുള്ള സോൾട്ടും പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളത്. പുറത്തു വല്ലതും ഉണ്ടോ? ഇല്ല.
ഈ കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് വെള്ളം കിടക്കോ, അത് ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് വരുമോ? ആലോചിച്ച് പറഞ്ഞേ. സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് നമ്മൾ ലോയും ഹൈയും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എവിടേക്ക് കിടക്കുക? ലോയിന്ന് ഹൈയാണോ ഹൈന്ന് ലോയാണോ? ഏതാ പ്രോസസ്? ഓസ്മോസിസ്. അപ്പൊ പുറത്തുള്ള വെള്ളം ഇങ്ങോട്ട് കിടക്കാൻ തുടങ്ങും, ഉള്ളിലേക്ക് കിടക്കാൻ തുടങ്ങും. പുറത്തുള്ള വെള്ളം ഇങ്ങോട്ട് കിടക്കാൻ തുടങ്ങും. അപ്പൊ ഇത് സ്വെൽ ആവോ ഷ്രിങ്ക് ആവോ? എന്താ ഷ്രിങ്ക് ആവാന്ന് പറഞ്ഞാൽ? ഷ്രിങ്ക് ആവാന്ന് പറഞ്ഞാൽ ചുങ്ക. സ്വെൽ ആവാന്ന് പറഞ്ഞാൽ എന്താ? വീർക്കുക. വെള്ളം മുഴുവൻ ഉള്ളിലേക്ക് അടിച്ചു കയറുക. അപ്പൊ വീർക്കോ ഷ്രിങ്കോ? പുറത്തെ പറ. വീർക്കും. വീർക്കാന്ന് പറഞ്ഞാൽ എന്താ? സ്വെല്ലോ. വീർക്കാന്ന് പറഞ്ഞാൽ എന്താ? സ്വെല്ലോ. അപ്പൊ പ്യുവർ വാട്ടറിൽ വെക്കുന്ന എഗ് എന്താണ്? സ്വെൽ ആവാൻ തുടങ്ങും. കാരണം എന്തുകൊണ്ടാ? മുട്ടയുടെ എന്താണ് ആ ഒരു ലെയർ SPM പോലെ ആക്ട് ചെയ്യും. ലോയിൽ നിന്ന് ഹൈയിലേക്ക് വെള്ളം അടിച്ച് കയറും. പക്ഷെ സോൾട്ട് സൊല്യൂഷനിലാണ് വെക്കുന്നത്. അപ്പൊ പുറത്ത് നല്ലോണം എന്തുണ്ട്? സോൾട്ട് ഉണ്ട് അകത്തുള്ളേക്കാളും. അപ്പൊ ഇപ്പൊ എവിടെയാ ഹൈ? ഇപ്പൊ പുറത്താണ് എന്ത്? ഹൈ. കാരണം എന്താ? പുറത്ത് പ്യുവർ വാട്ടർ ആണോ? അല്ല, പുറത്ത് കോൺസെൻട്രേഷൻ ഉള്ളതാണ്, നല്ല ഉപ്പുണ്ട്, നല്ല സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഉള്ളിലാണ് ഇപ്പൊ എന്തെന്ന് കരുതുക? കുറവെന്ന് കരുതുക. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പോഴും ഓസ്മോസിസ് തന്നെ. എവിടുന്ന് പിടിക്കുക? പുറത്ത് പറ. ലോ ടു ഹൈ. അപ്പൊ ഉള്ളിലുള്ള വെള്ളം എങ്ങനെ കിടക്കും? പുറത്തേക്ക് കിടക്കും. അപ്പൊ ഉപ്പുവെള്ളത്തിൽ ഇട്ടാൽ എന്താ സംഭവിക്കുക? ഷ്രിങ്കാവും. കാരണം എന്താ? പുറത്താണ് എന്ത് കൂടുതൽ? കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പൊ ലോ ടു ഹൈ എന്ന് പറയുമ്പോൾ മുട്ടയുടെ ഉള്ളിലുള്ള ജലാംശം എങ്ങനെ വരികയാണ് ചെയ്യുക? പുറത്തേക്ക് വരികയാണ് ചെയ്യുക. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്താണ്? എഗ് ഇൻ വാട്ടർ വിൽ സ്വെൽ. എന്താണ്? എഗ് ഇൻ വാട്ടർ വിൽ സ്വെൽ. എഗ് ഇൻ NaCl സൊല്യൂഷൻ ഈസ് ഷ്രിങ്ക്. കാരണം എന്താ? കാരണം എന്താ? ഓസ്മോസിസ്. ജസ്റ്റ് ഒരു പോയിന്റ് എഴുതിയാൽ മതി. എഗ് ഇൻ വാട്ടർ വിൽ സ്വെൽ while that NaCl will shrink. Egg in water will swell while that in NaCl will shrink because of osmosis. Because of osmosis. Because of osmosis. അടുത്ത എഴുതുക. തൊട്ട് താഴെ എഴുതുക. When dry fruits and vegetables, when dried fruits and vegetables are placed in water, they slowly swell and return to original form. When dried fruits and vegetables are placed in water, they slowly swell and return to original form. എന്തായിരിക്കും കാരണം? സെയിം കാരണല്ലേ വരിക? കാരണം ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. എക്സ്പ്ലെയിൻ ചെയ്തേ? അയാളൊന്ന് പറഞ്ഞായിരുന്നേ. എന്തായിരിക്കും അപ്പൊ ഇതിന്റെ ആൻസർ? ഡ്രൈഡ് ഫ്രൂട്ട്സ് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ അത് സ്വെൽ ചെയ്ത് വരുന്നു. എന്താ കാരണം? എന്തുകൊണ്ട് അബ്സോർബ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ടേബിൾ പറ. ഡ്രൈഡ് ഫ്രൂട്ട്സിന്റെ ഉള്ളില് ഹയർ കോൺസെൻട്രേഷൻ ആണ് അല്ലെ? ഡ്രൈഡ് ഫ്രൂട്ട്സിൽ എന്താ സംഭവിക്കണേ? നമ്മളിത് ഉണക്കുമ്പോൾ ഉള്ളിലുള്ള വെള്ളമൊക്കെ എന്തായി പോയി? ആവിയായിട്ട് പോയി. വളരെ കുറഞ്ഞ ജലാംശം ഉണ്ടാവുള്ളൂ അല്ലെ? ഒരു സാധാരണ മുന്തിരി കഴിക്കുമ്പോഴുള്ള പോലെയുള്ള വെള്ളം ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ ഉണ്ടാവോ? ഇല്ലേ, വെള്ളം പോയിട്ടാണ് എടുക്കണത്. അപ്പൊ സോളന്റ് വളരെ കുറവാണ്, സൊല്യൂട്ട് അതിലുണ്ട് അല്ലെ? അപ്പൊ ഡ്രൈഡ് ഫ്രൂട്ട്സിന്റെ ഉള്ളില് കോൺസെൻട്രേഷൻ കൂടുതലും. വെള്ളത്തിലിടുമ്പോ പുറത്തെന്താ? പ്യൂർ വാട്ടർ ആണല്ലോ. അപ്പൊ കോൺസെൻട്രേഷൻ ലോ ടു ഹൈ. പുറത്ത് കോൺസെൻട്രേഷൻ കുറവായിരിക്കും, ലോ ടു ഹൈ. അപ്പോ പുറത്തുള്ള വെള്ളം ഇങ്ങനെ അടിച്ചു കയറും, അകത്തേക്ക് അടിച്ചു കയറും. അപ്പൊ ഇത് എന്താവാൻ തുടങ്ങും? സ്വെല്ലാവാൻ തുടങ്ങും. വെജിറ്റബിൾസ് ആയാലും അല്ലെ? ഈ വെജിറ്റബിൾസ് നമ്മൾ വെള്ളം തെളിച്ചിടണം കണ്ടിട്ടില്ലേ? ഈ പച്ചക്കറി കടയിലൊക്കെ ഇങ്ങനെ വെള്ളം തെളിക്കണതാണ് അല്ലെ? അപ്പൊ എന്താ പെട്ടെന്ന് എന്തുണ്ടായ അവസ്ഥ ഉണ്ടാവില്ല, പാടില്ല. കാരണം എന്താ? പുറത്ത് വരുന്ന വെള്ളം ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യും, ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. ആ വെള്ളം തെളിച്ചിടണം. അല്ലെങ്കിൽ നമ്മളിപ്പോ പച്ചക്കറിക്ക് വെള്ളത്തിലിട്ട് വയ്ക്കും ചിലപ്പോ അല്ലെ? ഒരു ഫ്രഷ് വെള്ളത്തിലിട്ടിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറ് അല്ലെ? വാടി തള്ളുന്ന സാധനമാണെങ്കിലും. ഈ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ചൂടാകണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ചക്കറി കേട് വരില്ല, പക്ഷെ ഈ സാധനം എന്താവണം? വാടി വരുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നാലും പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. മനസ്സിലായ? ഡയറക്റ്റ് ആയിട്ട് ആ ഹ്യൂമിഡിറ്റി വല്ലാണ്ട് കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത്.
പുറത്തേക്ക് വലിച്ചെടുക്കും. റിവേഴ്സ് എഫക്റ്റ് ആണ് സംഭവിക്കുക. പേപ്പറിൽ പോയി ചോദിക്കുക, പേപ്പറിൽ പോയിട്ടോ അല്ലെ, പല വീടുകളൊക്കെ വെക്കുന്നുണ്ടാവും അല്ലെ, പേപ്പറിൽ പോയി ചോദിക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ റോൾ ചെയ്തിട്ടൊക്കെ വയ്ക്കും. അപ്പൊ എന്താവില്ല, പാടില്ല. അപ്പൊ അതൊരു ചോദ്യം ഒക്കെ. അപ്പൊ മാഷ് പറഞ്ഞല്ലോ, ഇതിപ്പോ ഒരു ചോദ്യം പഠിക്കാന്നുള്ളതല്ല, മനസ്സിലായ? അങ്ങനെ ഇപ്പൊ എഴുതാണെങ്കിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ എഴുതണം, അതിന്റെ ആവശ്യം. നമുക്ക് ആ ഒരു ഏത് ചോദ്യം പരീക്ഷയ്ക്ക് വന്നാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, കണക്ട് ചെയ്യാനായിട്ട് പറ്റണം, മനസ്സിലായോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റണം. ശ്രദ്ധിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഒരു ചെടിയുടെ ചോട്ടില് കണ്ടമാനം എക്സസീവ് ആയിട്ട് ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസർ ഇടുകയാണ്. ആലോചിക്കട്ടോ, എന്താ സംഭവിക്കുക? ചെടി ഉണങ്ങോ അതോ ചെടി നന്നായിട്ട് ഗ്രോ ചെയ്യോ? അമിതമായിട്ട് എന്ത് ചെയ്യാണ് ഞാൻ? ഇതാണ് ഒരു ചെടി, ചെടിയുടെ വേരുകളാണ് ഈ പോകുന്നത്. ചെടിയുടെ വേരിലത്തെ ഒരു റൂമാണെന്ന് ഇത് കൂട്ടിക്കോ. ഓക്കെ, ഇവിടെ മണ്ണ്, ഇതിൽ കണ്ടമാനം ഫെർട്ടിലൈസർ ഇട്ടു ഞാൻ. കണ്ടമാനം എക്സസീവ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഇടാം. കണ്ടമാനം വളരെടുപ്പ് എന്താ സംഭവിക്കാറ്? ശ്രദ്ധിച്ചിട്ടില്ലേ? സാധനം ഉണങ്ങും അല്ലേ? നമ്മള് നന്നായിട്ട് വളർത്തി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കൂടുതൽ ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ സാധനം അവസാനം എന്താണ്? ഉണങ്ങും അല്ലെ. നിങ്ങളുടെയൊക്കെ കാര്യം ആലോചിക്കണം. പലരും പാരന്റ്സ് എന്താ പരമാവധി വളരട്ടെ, പരമാവധി സൗകര്യങ്ങളാ അല്ലെ. അവസാനം എന്താ? അവസാനം ഉണങ്ങും എന്ന് പറഞ്ഞ പോലെ. കൂട്ടാനും പാടില്ല, അന്ന് എന്ത് ചെയ്യാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. ബാലൻസിങ്ങിലാണ് പോകണം അല്ലെ. പാരന്റ്സിന്റെ കാര്യം ഭയങ്കര രസമാണ് അല്ലെ. കഴിച്ചിട്ടും പറയാറുള്ളതാണ് അല്ലെ, ഭയങ്കര വളമല്ല. അങ്ങനെ നമ്മള് പറയാല്ലേ, നിങ്ങളാണ് എന്ത് ഇതിനൊക്കെ എന്ത് വെച്ച് കൊടുക്കണേ, വളം വെച്ച് കൊടുക്കണേന്ന് പറയും. വളം വെച്ച് അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്ന വളം വെക്കുമ്പോ നന്നായിട്ട് വളരും. നമ്മൾ ഉദ്ദേശിക്കുന്ന തിരിച്ചാണ് കേട്ടോ. വെക്കുന്ന വളം കൂടി അവസാനം എന്താണോ അവിടെ സംഭവിക്കേണ്ടത് അതിന്റെ നേരെ എന്താ ഉണ്ടാവുക, ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. തിരിച്ചു വയ്ക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം മക്കളെ, എന്താ ഇവിടെ ഉണ്ടാവുക? എക്സസീവ് ആയിട്ട് ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസർ അവിടെ ആഡ് ചെയ്യും. എന്ത് സംഭവിക്കും? വേരെന്തിനാ ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ മിനറൽസും മറ്റു സാധനം. മെയിൻ സാധനം അബ്സോർബ് ചെയ്യണം എന്താ? വാട്ടർ അബ്സോർബ് ചെയ്യണം അല്ലെ. മണ്ണിന്റെ പുറത്ത് എടുക്കുന്നല്ല, വേരിന്റെ പുറത്തുള്ള വാട്ടർ വേരിന്റെ അകത്തേക്ക് വലിച്ചെടുക്കണം അല്ലെ. അവിടെ കഴിഞ്ഞ തെങ്ങിന്റെ മുകളിൽ തേങ്ങ ഉണ്ടാവുന്നത് അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? വെള്ളം ഉണ്ട് അല്ലെ. എനിക്ക് എപ്പോഴും ഭയങ്കര ഇതായിട്ട് തോന്നുന്നത് പറയാൻ നമ്മളല്ലോ അല്ലെ. ഇത്രയും മുകളില് മഴ പെയ്തിട്ടാണ് അല്ലെ, തേങ്ങ വെള്ളം നിറയ്ക്കുന്ന ആരാ അതൊക്കെ ചെയ്യും. മഴ പെയ്തിട്ട് തന്നെ വെള്ളമാണോ? ആ വെള്ളത്തിലുള്ള കാര്യമല്ലണോ പറയുന്നത്. മറ്റേ തേങ്ങയുടെ ഉള്ളിൽ തന്നെ വെള്ളം. ആ വെള്ളം ഇവിടുന്ന് പറഞ്ഞ ഇത്രയും 10 ലിറ്റർ ആണെങ്കിൽ വെള്ളം ഉണ്ട് അല്ലെ. ഇത്രയും ഹൈറ്റിന് മുകളിലാണ് നിൽക്കണേ. ആ വെള്ളം എങ്ങനെ പറഞ്ഞേ? ബയോളജിക്കാർക്ക് അറിയാലോ. ആ വെള്ളം എങ്ങനെ പറഞ്ഞേ? ഓസ്മോസിസ് ആണ്. ആ വെള്ളം എങ്ങനെയാ പറഞ്ഞേ? മഴ പെയ്തുള്ള വെള്ളമല്ല, ഇവിടുന്നുള്ള വെള്ളം ഭൂമിയുടെ അടിയിലുള്ള വളരെ ചെറിയ ജലാംശങ്ങൾ വലിച്ചെടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവസാനം തെങ്ങിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? സ്റ്റോറാവാണ് അല്ലെ. തേങ്ങ ഉണ്ടാവുന്നു, തേങ്ങയുടെ ഉള്ളിൽ എന്ത് വരുന്നു? വെള്ളം വരുന്നു അല്ലെ. എല്ലാ സാധനങ്ങളും എന്താ? ഇവിടെ ഉള്ള സാധനം തന്നെയാ. പുതിയ സാധനം വല്ലതും ഉണ്ടോ? കഴിഞ്ഞ നമ്മൾ പറയാറുള്ളതാണ് അല്ലെ. എല്ലാം ഇവിടെ ഉള്ള സാധനം തന്നെയാ. നമ്മൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് കുട്ടി ഉണ്ടാവുമ്പോ എന്താണ്? കുട്ടിയായിട്ട് മാറുന്ന ആരാ? കഴിക്കുന്ന ഭക്ഷണം. ഞാന് ഭാര്യയുടെ അടുത്ത് പറയും, കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം ഇപ്പൊ എവിടുന്ന വന്നു ചോദിച്ചാൽ എവിടുന്ന വന്നേ? നീ കഴിച്ച മീൻ കൂട്ടാൻ ചിക്കണെന്നൊക്കെയാണ് ആള് തന്നെ. ശരിയല്ലേ? ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എലമെന്റ്സും ആറ്റംസും എടുത്തിട്ടാണ് എന്ത് ചെയ്തേക്കണേ ആ ബേബി അവിടെ ഉണ്ടാവണേ. നമ്മളൊക്കെ അങ്ങനെയാണ് നിലനിൽക്കുന്നത് അല്ലേ? ശരിയല്ലേ? നമ്മൾ കഴിക്കുന്നത്, നമ്മൾ 4 ദിവസം ചോറ് കഴിച്ചില്ലെങ്കിൽ എന്താ നമ്മള് അല്ലേ ചുമരുമ്പ എന്ന് പറഞ്ഞ പോലെ അല്ലെ. ശരിയല്ലേ പറയുന്നത്? ഭയങ്കര രസകരമാണ് അല്ലെ. അപ്പൊ എവിടുന്ന് ഇത് വെച്ചോണ്ട് പോണേ? ചെടിയുടെ അടിയാണ്. അപ്പൊ വേരിന്റെ പ്രധാന പണി എന്താ? വെള്ളം വലിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് പറയേ, ഇപ്പൊ അത്രയും ഭാഷ കണക്ട് ചെയ്തതിന്. ഇനി എക്സസീവ് ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ ചെല്ലുമ്പോ എന്താണ് സംഭവിക്കുക അത് പറഞ്ഞു. എക്സസീവ് ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ വന്നുകൂടെ? ഇവിടെ ഭയങ്കര പാർട്ടിക്കിൾസിന്റെ അളവ് കൂടുതലാണ്. എന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ എന്ത് വരും? വ്യത്യാസം വരും. വെള്ളം ഉള്ളിലേക്ക് കയറണമെങ്കിൽ എങ്ങനെയായിരിക്കണം കോൺസെൻട്രേഷൻ? വെള്ളം ഉള്ളിലേക്ക് കയറണമെങ്കിൽ എങ്ങനെയായിരിക്കണം കോൺസെൻട്രേഷൻ? വേരിന്റെ അകത്ത് ഹയറും വേരിന്റെ പുറത്ത് ലോവർ കോൺസെൻട്രേഷൻ ആണോ? ശ്രദ്ധിക്കട്ടോ. അപ്പോഴാണ് ലോവർ ടു ഹയർ ഓസ്മോസിസ് സംഭവിച്ചിട്ട് പുറത്തുള്ള വെള്ളം ഇങ്ങോട്ട് കയറുള്ളൂ, വേരിലേക്ക് കയറുള്ളൂ. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് എങ്ങനെ കൊണ്ടോട്ടെ അവര്. അത് ഓസ്മോസിസ് തന്നെയാണ്. പക്ഷേ നമ്മൾ എക്സസീവ് ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്യുമ്പോ പുറത്ത് എന്ത് സംഭവിക്കും?
ഈ പാർട്ടിക്കിൾസ് പുറത്ത് കൂടുകയല്ലേ, പലതരത്തിലുള്ള സോൾട്ട് പാർട്ടിക്കിൾസ് പുറത്ത് കൂടുക. അപ്പൊ പുറത്ത് എന്ത് സംഭവിക്കും? ഏതിനേക്കാളും അകത്ത്. അപ്പൊ അകത്താണ് ഇപ്പൊ എന്ത്? ഓസ്മോസിസ് സംഭവിക്കും. ഓസ്മോസിസ് സംഭവിക്കില്ലേ? സംഭവിക്കും. എവിടെ നിന്ന് പിടിക്കാം? ലോ ടു ഹൈ. അപ്പൊ വേരിന്റെ ഉള്ളിൽ നിന്ന് എങ്ങടാ വെള്ളം? വേരിന്റെ ഉള്ളിൽ നിന്ന് എങ്ങടാ വെള്ളം? പുറത്തേക്ക്. അപ്പൊ ഉള്ള വെള്ളം കൂടെ എന്ത് ചെയ്യും? വലിച്ച് പുറത്തേക്ക് പോവാ. അപ്പൊ കണ്ടമായ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ല, ഫെർട്ടിലൈസർ അല്ലെ? കണ്ടമാന സാധനം ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എന്തോസ്മോസിസ്? റിവേഴ്സ് ഓസ്മോസിസ് ആണോ? അല്ല, റിവേഴ്സ് ഓസ്മോസിസ് ഒന്നല്ല, ഓസ്മോസിസ് തന്നെ. പക്ഷെ ഓസ്മോസിസിന് എന്ത് മാറി? ഡയറക്ഷൻ മാറി. മണ്ണിൽ നിന്ന് വേരിലേക്ക് കയറേണ്ടതിന് പകരം വേരിൽ നിന്ന് വെള്ളത്തിലേക്ക് പോകുന്ന അവസ്ഥയായി. കാരണം എന്താ? വേരിന്റെ ഉള്ളിലുള്ളതിനേക്കാളും കൂടുതൽ കോൺസെൻട്രേഷൻ ഇവിടെ വന്നു, പുറത്തു. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പൊ എങ്ങനെ പുറത്തേക്ക് വരിക? അപ്പൊ ചെടി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉണങ്ങും, അത് വലുതാവും, ഉണങ്ങും. അപ്പൊ എഴുതി വെച്ച് എക്സസീവ് ഡോസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഡാമേജ് പ്ലാന്റ്. എക്സസീവ് ഡോസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഡാമേജിങ് പ്ലാന്റ്. Excessive dose of fertilizers damaging plant. അതിന്റെ കാരണം വേണമെങ്കിൽ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതിക്കോ. because the osmotic pressure of the fertilizer solution അല്ല, ഓസ്മോട്ടിക് പ്രഷർ എന്ന് എഴുതണ്ട, കോൺസെൻട്രേഷൻ എഴുതിയാൽ മതി. കോൺസെൻട്രേഷൻ ഓഫ് ദ ഫെർട്ടിലൈസർ സൊല്യൂഷൻ, concentration of the fertilizer solution becomes higher than cell. Higher than cell. സെല്ല് കോശങ്ങള്, വേരിന്റെ കോശങ്ങൾ, ആ സെല്ല്. കഴിഞ്ഞോ? അപ്പൊ ഒരു കാരണം പിന്നെ നമുക്കറിയാം. നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതുന്നത് കരുതുള്ളൂ. ഞാൻ അത് വല്ലാണ്ട് നോട്ടാക്കാൻ ഞാനിപ്പോ ഇത് ഓരോ ആപ്ലിക്കേഷനായിട്ട് ചോദിക്കാനൊന്നും നിൽക്കണമെന്നില്ല. ഐഡിയ മനസ്സിലാവുണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കുക. അതായത് നമ്മളിത് ഈ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിന്റെ ഒരു സയൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ ആപ്ലിക്കേഷനായിട്ടും ഇരുന്ന് വായിച്ച് പഠിക്കേണ്ട ഒരു സംഗതിയാണോ സംസാരിക്കണം? അല്ല. ഫിസിക്സിലായാലും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ ചോദ്യം തിയറി പഠിക്കണം. നമ്മൾ പിടികിട്ടണ്ട തിയറി നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. പക്ഷെ പിന്നീട് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ആ തിയറിയിലേക്ക് പെട്ടെന്ന് എന്താവാൻ പറ്റണം? കണക്ട് ആവാൻ പറ്റാണ് വേണ്ടത്. മനസ്സിലാവുണ്ടാ പറയുന്നത്? അല്ലാണ്ട് എല്ലാ ചോദ്യം ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇഷ്ടംപോലെ എന്തുണ്ടാവും? ചോദ്യങ്ങൾ ഉണ്ടാവും. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടുത്തെ സയൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. എന്നിട്ട് ആ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാണ് വേണ്ടത്. പിടിയിട്ടുണ്ടാ അല്ലെ? ഇപ്പൊ നമ്മള് ഫാൻ ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും കറങ്ങുന്നത് എന്തുകൊണ്ടാ? വെറും ഇനർഷ്യ അല്ല, തിരക്കൂട്ടല്ലേ. എന്ത് ഇനർഷ്യ തന്നെയാണ്. എന്ത് ഇനർഷ്യ? റൊട്ടേഷണൽ ഇനർഷ്യ അല്ലേ? ആണോ? ശരിയല്ലേ? അപ്പൊ വലിയ ലീഫുള്ള ഫാൻ കുറച്ചുകൂടെ അധികം നേരം കറങ്ങും. നിർത്തി കഴിഞ്ഞാൽ ഇവൻ വേഗം നിൽക്കും. എന്തുകൊണ്ടാ? ലീഫിന്റെ നീളം കൂടുന്നവർ എന്ത് കൂടും? മൊമെന്റ് ഓഫ് ഇനർഷ്യൽ ഇക്വേഷൻ എന്താ? mr. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ mr സ്ക്വയർ. അപ്പൊ ഏത് കൂടി? ലീഫിന്റെ നീളം കൂടുമ്പോ ഏത് കൂടി? 6 കൂടി. 6 കൂടുമ്പോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി. ഇനർഷ്യ കൂടുമ്പോ കുറച്ചുകൂടെ നേരം ആര് കൂടുതൽ കറങ്ങും? വലിയ ലീഫുള്ള ഫാൻ കുറച്ചുകൂടെ വേഗം കറങ്ങും. കേട്ടോ? മനസ്സിലാവുണ്ട? നമ്മൾ കഴിഞ്ഞൊക്കെ കുറെ പറഞ്ഞാണ്, ഇതേ ചോദ്യങ്ങൾ പറഞ്ഞാണ്. അല്ല, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യമായിട്ടല്ല പഠിക്കണ്ടേ. മനസ്സിലാവണ്ട? അല്ലെങ്കിൽ 2 ചോദ്യമായിട്ടല്ല പഠിക്കണ്ടേ. അങ്ങനെ വെച്ചാൽ നിങ്ങൾ 10,000 ചോദ്യം പഠിക്കേണ്ടി വരും. ആ കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ആ കൺസെപ്റ്റ് എടുത്തിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ വേറെ ഏത് സാധനം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ എന്താ ഇപ്പോ നമ്മള് എഗ്ഗ് വെള്ളത്തിലും ഉപ്പ് വെള്ളത്തിലും ഇടുന്ന കാര്യം പറഞ്ഞു അല്ലെ? അതേ ചോദ്യം തന്നെയാണ് എന്ത്? ഡ്രൈ ഫ്രൂട്ട്സ് എഴുതിയത് വേറെ എഴുതണ? ശരിക്ക് വേറെ എഴുതണ്ട. നമ്മൾ എഴുതിയത് മാത്രം പിന്നെ അതേ കാര്യം തന്നെയാണ് ഇത്
വേര് വെള്ളം വെച്ചെടുക്കുന്നതും വ്യത്യാസം ഉണ്ടാ. ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്തിട്ടു, എഗ്ഗ് വെള്ളത്തിലിട്ടു, മറ്റേല് എന്തിട്ടു, ഉണക്കമുന്തിരി ഇട്ടു അല്ലേ. ഇനിയിപ്പോ വെജിറ്റബിൾ ഇടാന്ന് വെച്ചാൽ അത് വേറെ ആക്കാൻ പറ്റുമോ? ഇല്ല, സ്ഥലത്ത് വേരാണ്. അപ്പൊ അത് എന്ത് സാധനം വന്നാലും എന്താ, ഈ കൺസെപ്റ്റ് ഒക്കെ എന്തെന്നെ സെയിം തന്നെ, വേറെ വ്യത്യാസം കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഒന്ന് രണ്ടും കൂടി ഉണ്ട് എന്തായാലും അവിടെ പറഞ്ഞിട്ട്. ഇത് ഏരിയ ഓഫ് സെന്റൻസ് നമ്മള് ബിക്കം ഹയർ ദാൻ ദാറ്റ് ഓഫ് സെൽ എഴുതി. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതണം. ദിസ് കോസസ്, അത് എന്തിനു കാരണമായിട്ട് മാറും? എവിടെ എവിടേക്കാ ഫ്ലോ നടക്കുക? ദിസ് കോസസ് ഔട്ട്ഫ്ലോ ഓഫ് വാട്ടർ. എവിടെ എവിടേക്കാ ഔട്ട്ഫ്ലോ? പുറത്തേക്ക് പോവാ. എവിടെ എവിടേക്കാ? ഫ്രം പ്ലാന്റ് സെൽസ് ടു ഔട്ടർ സൈഡ് അല്ലെങ്കിൽ സോയിൽ. ഔട്ടർ ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ് സെൽസ് ഇൻ ടു സോയിൽ. ബ്രാക്കറ്റില് ഡ്രൈയിങ് അപ്പ്. ഏതാ? അടുത്ത് ശ്രദ്ധിക്കുക, മനുഷ്യന്റെ ശരീരത്തില് ബ്ലഡ് അല്ലെ, ബ്ലഡിൽ കുറെ സെല്ലുകളുണ്ട് അല്ലെ. ശ്രദ്ധിക്കണം മക്കളെ, ബ്ലഡില് കുറെ സെല്ലുകളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇതൊരു ബ്ലഡ് സെല്ലാണെന്ന് കരുതാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും മരുന്ന് കുത്തിവെക്കുകയാണെന്ന് കരുതാം. മരുന്ന് കുത്തിവെക്കുമ്പോൾ ഈ ബ്ലഡ് സെല്ലിന്റെ ഒരു ഓസ്മോസിസും അതിൻ്റെ ഒരു സെല്ലിങ് അളവൊക്കെ ഉണ്ടാവും. നമ്മൾ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള മരുന്ന് കുത്തിവെക്കുകയാണെന്ന് കരുതാം. ഹയർ കോൺസെൻട്രേഷൻ ഉള്ള മരുന്ന് കുത്തിവെക്കുക ഏത് ബ്ലഡ് സെല്ലിന്റെ ഉള്ളിലുള്ളതിനേക്കാളും കൂടുതലുള്ളതാണ്. എവിടുന്ന് എവിടേക്ക് വെള്ളം പോവാ? ബ്ലഡ് സെല്ലിന്റെ ഉള്ളിലുള്ള വെള്ളം എങ്ങോട്ട് പോകും? പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകും. അപ്പൊ ബ്ലഡ് സെല്ല് എന്താവും? ചെറുതാവും, ചുമ്മും, ഷ്രിങ്കാവും. തിരിച്ചാണെങ്കിലോ, നമ്മള് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള മരുന്ന് സൊല്യൂഷൻ ആക്കിയിട്ട് കുത്തിവെച്ചാലോ, അപ്പൊ ഉള്ളിലാണ് ഇപ്പൊ എന്ത്? ഹൈ. ഇതിന്റെ ഉള്ളിലുള്ളതിനേക്കാളും ലോ ആണ്. അപ്പൊ എങ്ങനെ കയറുക? ഉള്ളിലേക്ക് കയറും അല്ലെ, ലോ ടു ഹൈ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ സെല്ല് ഒന്നല്ലെങ്കിൽ ഷ്രിങ്ക് ആവും. അപ്പൊ ഈ ബ്ലഡ് സെല്ലുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യും? നശിക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ സെല്ലായിട്ട് പൊട്ടിത്തെറിച്ച് പോകും, അല്ലെങ്കിൽ എന്താ ചെറുതായി പോകും, ഡ്രൈ ആയി പോവാണ്. അപ്പൊ സെല്ലുകൾ എന്താ നശിക്കും. അപ്പൊ എന്താ പരിഹാരം? ഉള്ളിലേക്ക് കയറാനും പാടില്ല, പുറത്തേക്ക് പോകാനും പാടില്ല. അങ്ങനത്തെ സൊല്യൂഷനിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കുത്തിവെക്കാനായിട്ട് മരുന്ന്. അതായത് അവരെ മൈൻഡ് ചെയ്യാൻ പാടില്ല. ആ സെല്ലുകൾ അവിടെ കിടന്നോട്ടെ, അവരെ മൈൻഡ് ചെയ്യാണ്ട് ഈ മരുന്ന് വേറെ വഴിക്ക് പോകണം, അല്ലെങ്കിൽ ഉള്ളിൽ കയറും. അപ്പൊ എന്തായാലും മാർഗം? കയറാനും പാടില്ല, ഇറങ്ങാനും പാടില്ല. അപ്പൊ എന്താ മാർഗം? കുറച്ച് പറയണ്ട. രണ്ടിന്റെയും ഉള്ളിലുള്ളതിന്റെയും പുറത്തുള്ളതിന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആക്കും. എന്താണ് കറക്റ്റാണ് പറഞ്ഞത്? ബ്ലഡിനോട് എന്താവണം? ഐസോ ടോണിക് ആകണം. അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിൽ വ്യത്യാസം എന്താ? ഇല്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ആളെടുത്ത് പൂട്ടാം. മനസ്സിലായോ? ഒരാളെ കൊല്ലാനായിട്ട് അത്ര പണി ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അല്ലെ, വെറുതെ വെള്ളം മത്തി വെച്ചാൽ മതി. മനസ്സിലായോ? അപ്പോ നമ്മൾ ഈ ഗ്ലൂക്കോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുമ്പോ ഇനി ശ്രദ്ധിക്കുക കേട്ടോ അല്ലേ. ഈ വല്ല ഫുഡൊക്കെ കഴിക്കേണ്ട തലചുറ്റി വീഴാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴുക, ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസ് ഇടുക, അങ്ങനെയൊക്കെ വരുമ്പോ ഇനി നോക്കുക പോയിട്ട് എന്ത് ഗ്ലൂക്കോസ് ഇടുന്ന കുപ്പിമ്മ എന്തുണ്ടാവും? കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ഒരു പെർസെന്റേജ് എഴുതിയിട്ടുണ്ടാവും. എത്രയാ? ഈ 9.0.91 സാലൈൻ വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോ ശ്രദ്ധിക്കുക, 0.91% NaCl സൊല്യൂഷൻ. ഗോൾഡ് ശ്രദ്ധിക്കുകയും സംസാരിക്കില്ല അവിടെ. എത്രയാ? 0.91% NaCl സൊല്യൂഷൻ. ഈ സൊല്യൂഷന്റെ പ്രത്യേകത, ഇത് ആരായിട്ട് ഐസോട്ടോണിക് ആണ്? ബ്ലഡ് ആയിട്ട് എന്താണ്? ഐസോട്ടോണിക് ആണ്. അപ്പൊ നമ്മള് അങ്ങനെയുള്ള മെഡിസിൻസ് കയറ്റുമ്പോ ഇതിന്റെ ഉള്ളിൽ കയറ്റിട്ടാണ് എന്ത് ചെയ്യുക? വിടുക. ഈ ഒരു കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ മരുന്നുകൾ എന്ത് ചെയ്യുക? കുത്തിവയ്ക്കുക. അപ്പോ ബ്ലഡ് സെല്ലുകളിലേക്ക് അത് കയറിയിട്ട് ബെസ്റ്റ് ആയി പോയി അല്ലെങ്കിൽ സ്ട്രിങ് ആയി പോയി ഒന്നും സംഭവിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് അതിന്റെ കാരണം കൂടെ 0.91% NaCl സൊല്യൂഷൻ.
0.91% NaCl solution. (0.91% NaCl solution) is isotonic with respect to human blood. With respect to human blood, therefore, during intravenous injections, the medicines are mixed with saline water. The medicines are mixed with saline water before injection. ഒന്നുകൂടെ പറയണോ? 0.91% NaCl solution is isotonic with respect to human blood. Therefore, during intravenous injections, the medicines are mixed with saline water before injection. ഇനി ഇതിനൊരു വിശദീകരണം കണ്ടെത്താൻ പറ്റും നോക്കി. അത് എഴുതണമെന്നില്ല, നമ്മൾ എഴുതി വരുത്തി. നമ്മൾ ഈ ഇറച്ചിയൊക്കെ പറയാറില്ലേ, ഉപ്പും മുളക് എന്താണ് തിരുമ്മി വയ്ക്കുക എന്ന് പറയും അല്ലെ? അതിന്റെ ഒരു യുക്തി എന്തായിരിക്കും അല്ലെ? ഇപ്പൊ ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഫ്രിഡ്ജില്ലാത്ത വീടുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ് എടുത്ത് വയ്ക്കുക അല്ലെ? അപ്പൊക്കെ നേരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാണ് ചെയ്യുക? ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചില സമയത്ത് ഉപ്പൊക്കെ തേച്ച് വയ്ക്കും അല്ലെ? എന്താണ് ഈ ഉപ്പും മുളകും തിരുമണയിലുള്ള ഒരു ഐഡിയ എന്തായിരിക്കും? നാശമാവാതിരിക്കാനാണ് അല്ലെ? കേടുവരാതിരിക്കാനാണ് നമ്മൾ ഉപ്പും മുളക് തിരുമണ. എന്താണ് അതിന്റെ യുക്തി? എന്തായിരിക്കും അതിന്റെ പ്രിൻസിപ്പിൾ? മുളക് തിരുമണം നിർബന്ധം തന്നെ ആയിരിക്കും നാശമാവാതിരിക്കാൻ. ഉപ്പാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. മുളക് പിടിക്കാന്നൊക്കെ പറയും. എന്തോ ആയിക്കോട്ടെ, എന്തായിരിക്കും എന്റെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്കും. എന്തുകൊണ്ടായിരിക്കും ഉപ്പ് തേച്ച് വയ്ക്കണം? നമ്മള് ഉപ്പ് തേച്ച്, അല്ലെങ്കിൽ അച്ചാറൊക്കെ ഇടുമ്പോ അവള് കുറച്ചധികം ഉപ്പിടും അല്ലെ? എന്താ എന്റെ യുക്തി? എന്താ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ നോക്കട്ടെ. ഉപ്പ് തേക്കുമ്പോ പറയ ലക്ഷ്മി. കറക്റ്റായിട്ട് പറയും. ഒന്നുകൂടെ കേട്ടില്ലേ? പറയും. മോയിസ്ചർ അബ്സോർബ് ചെയ്യുമ്പോ എന്താ സംഭവിക്കും? കറക്റ്റാണ് പറഞ്ഞത്, തെറ്റൊന്നുമില്ല, കറക്റ്റാണ്. കണക്ട് ചെയ്ത് പറയും. ആ സൈഡിലായിരിക്കണം. ആരാണ് ഇറച്ചി കേടാക്കുന്നത്? തേച്ച് വെച്ചിരിക്കുന്നത് വെറുതെ നമ്മൾക്ക് ഇന്ന് കുറച്ച് ഇറച്ചി വെച്ചുകൊണ്ടായാൽ നാളേക്ക് ചെയ്യാൻ സാധ്യതയില്ല. ആരാ ഇറച്ചി കേടാക്കുന്നത്? ആ ഇറച്ചി എന്ത് വരും? മോയിസ്ചർ അല്ല, മോയിസ്ചർ മാത്രമല്ലല്ലോ. മോയിസ്ചർ വരുമ്പോ അവിടെ എന്ത് വരും? ആര് വരും? ഫംഗസ് വരും അല്ലെ? അല്ലെങ്കിൽ ബാക്ടീരിയയോ ഫംഗസോ ഒക്കെ വരും. നമ്മളിപ്പോ എണ്ണ എവിടെയും വെച്ചിട്ട് കുടിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ ബോഡി ഡീകമ്പോസ് ചെയ്ത് പോകും അല്ലെ? അത് ആരാ ചെയ്യുന്നത്? ബാക്ടീരിയാസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ബാക്ടീരിയ ഇറച്ചി വരും. അപ്പൊ എന്താ ഉണ്ടാവുക? കേടാക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് തേച്ച് കൊടുക്കുന്നത്? ഉപ്പ് തേച്ച് കൊടുക്കുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ സംസാരിക്കും. അപ്പൊ കറക്റ്റ് ഉപ്പ് വല്ലാത്ത തേച്ചു, നമ്മൾ നന്നായിട്ട് തേച്ചു അല്ലെ? അപ്പൊ പുറത്ത് കൂടുതലായി, അത്രയേ ഉള്ളൂ അല്ലെ? ആ ഇറച്ചിയുടെ പുറത്ത് എന്ത് കൂടുതലായി? കോൺസെൻട്രേഷൻ കൂടുതലായി. ബാക്ടീരിയയുടെ ഉള്ളില് കോൺസെൻട്രേഷൻ കുറവ്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? ബാക്ടീരിയയുടെ ഉള്ളില് കോൺസെൻട്രേഷൻ കുറവ്, കൂടുതലല്ല കുറവ് തന്നെയാണ്. പ്രയോഗിച്ചുകൂടാവില്ല, ക്ഷമിക്കും. അപ്പൊ എന്താ എങ്ങടെ പോവാ? ലോ ടു ഹൈ ആണോ, ഹൈ ടു ലോ ആണോ? അവൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? പറയടാ, സ്വെല്ലാവോ ഷ്രിങ്കാവോ? ഷ്രിങ്കാവും അല്ലെ? ലോ ടു ഹൈ അല്ലേ പറഞ്ഞേ? അപ്പൊ ബാക്ടീരിയ ഷ്രിങ്കാവാന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ പണി എന്താണ്? കഴിഞ്ഞു. പിന്നെ അവൻ എടുക്കാൻ വന്ന പണി നടക്കുവോ? ഇല്ല. അപ്പൊ ഇറച്ചി എന്ത് വരില്ല? കേടുവരില്ല. മോയ്സ്ചറിന്റെ കാര്യം തന്നെയാണ്. ഇവിടുന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന ശരിക്കപ്പോ ബാക്ടീരിയയുടെ ഉള്ളിലത്തെ വെള്ളം പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യും. മനസ്സിലായ? അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, എഴുതണം. അത് കാരണം എഴുതണ്ട, പോയിന്റ് മാത്രം എഴുതിയാൽ മതി. കാരണം എഴുതുന്നില്ല. കാരണം ഇന്റൻഷണൽ ആയിട്ട് എഴുതാതെ തന്നെയാണ് കേട്ടോ. നമ്മൾ പറയാൻ പഠിക്കാണ് വേണ്ടത്. യൂസ് ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ ആസ് പ്രിസർവേറ്റീവ്.
use of salt and sugar as preservative in food items to prevent the growth of bacteria by osmosis. Prevent growth of bacteria by osmosis. ഓക്കെ, ഉപ്പന്നെ കഴിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല, ഏത് തൊട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലെ. ഇറച്ചി വേണമെങ്കിൽ എന്തിനും ചോദിക്കാം, പഞ്ചസാര എന്തിനും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. കേടാവില്ല. കേടാവാതിരിക്കാന്നുള്ള ഇന്റൻഷൻ ആണെങ്കിൽ എന്താ, ആ സോൾട്ട് കോൺസെൻട്രേഷൻ എന്ത് വേണമെന്ന് മാത്രം, പുറത്ത് കൂടുതൽ വേണമെന്ന് മാത്രം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അത് ഒരു കാര്യം ചെയ്തോ, ബ്രാക്കറ്റിലൊന്ന് കൊടുത്തോ ഷോർട്ടായിട്ട്. വാട്ടർ ലോസ് ഫ്രം ബാക്ടീരിയ ആൻഡ് ഷ്രിങ്ക്. ബ്രാക്കറ്റിൽ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും. മൊത്തത്തിൽ വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല, അത് അങ്ങനെ പഠിക്കുന്നില്ല. ബ്രാക്കറ്റില് വാട്ടർ ലോസ് ഫ്രം ബാക്ടീരിയ ആൻഡ് ഷ്രിങ്ക്. ചുമ്മാണ് ചെയ്യാം. അടുത്ത അടി കൊടുക്കുക. ലാസ്റ്റ് ടോപ്പിക് ആണ് അബ്നോർമൽ മോളാർ മാസ്. അബ്നോർമൽ മോളാർ മാസ്. അപ്പൊ കഴിഞ്ഞു, ഓസ്മോട്ടിക് പ്രഷർ വിടുകയാണ് കേട്ടോ. അബ്നോർമൽ മോളാർ മാസ്. സമയം എന്തായി? 1 മണിക്കൂറായിട്ടില്ലേ? അബ്നോർമൽ മോളാർ മാസ് ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ അല്ല, സോറി, മോളിക്കുലാർ മാസ് കാണാനായിട്ട് നമ്മുടെ എത്ര മാർഗങ്ങളുണ്ട് മക്കളെ? പറയേ, എത്ര മാർഗങ്ങളുണ്ട്? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാനായിട്ട് എത്ര മാർഗങ്ങളുണ്ട്? 4 മാർഗങ്ങളുണ്ട്. ഏതാ? റിലേറ്റീവ് ലോവറിംഗ് വെച്ച് കാണാം, പിന്നെ എന്ത് വെച്ച് കാണാം? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വെച്ച് കാണാം, ഡിപ്രഷൻ, ഓസ്മോട്ടിക് പ്രഷർ. 4 ഇക്വേഷൻസ് കൂടെ ഇറക്കി. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? മോളിക്കുലാർ മാസ് ഇതെന്താ സാധനം? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ which is a that property, colligative property. mb delta tb അതും എന്ത് പ്രോപ്പർട്ടിയാ? colligative. mb ഇത് എന്ത് പ്രോപ്പർട്ടിയാ? mb ഇത് എന്ത് പ്രോപ്പർട്ടിയാ? ഒരു കാര്യം വ്യക്തമായി. എന്താ? മോളിക്കുലാർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ക്ലിയർ അല്ലേ? 4 കേസിൽ അത് നയിച്ച് കാണുന്നു. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണ്. മോളിക്കുലാർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിക്കാം. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ മോളിക്കുലാർ മാസ് എന്തായിരിക്കും? കുറവായിരിക്കും. മാഷൊരു എക്സ്പെരിമെന്റ് പറയാം. അതായത് ഞാൻ ഒരു സൊല്യൂഷൻ എടുത്തു, അപ്പൊ അതില് സോൾവെന്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. ഞാനൊരു 10 സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് എടുത്തത്. എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾസാ? 10 എണ്ണ എടുത്തു. 1 2 3 4 5 6 7 9 10. 10 എടുത്തു. 10 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു, സോൾവെന്റിലേക്ക് ഇട്ടു, അത് സൊല്യൂഷൻ ആക്കി. ക്ലിയർ? പ്രശ്നം ഉണ്ടാ? അപ്പോ ഞാൻ എന്ത് ചെയ്യാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്തു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്തു? മെഷർ ചെയ്തു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, എനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ 100 ആണ്. നന്നായി ശ്രദ്ധിക്കുക, മനസ്സിലാവില്ലേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എത്ര? 100 ആണ്. എന്നിട്ട് ഞാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇതിൽ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. ബാക്കി ഡാറ്റ നമുക്ക് അറിയാമെന്ന് കരുതാം, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു എംപിയുടെ വാല്യൂ കിട്ടി. ആ എംപിയുടെ വാല്യൂ എത്രയാ? 50 ആണ്. അപ്പൊ സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? പറഞ്ഞേ, 50 ആണ്. എത്ര പാർട്ടിക്കിൾസ് ഞാൻ ഇട്ടത്? 10 പാർട്ടിക്കിൾസ് ആണ് ഇട്ടത് കേട്ടോ. അപ്പോ ഈ വെയിറ്റും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ WP ഇവിടെ വരുന്നത്. ഇതൊക്കെ നോക്കിയിട്ടാണ്, നമ്പർ ഓഫ് മോൾസ് നോക്കിയിട്ടാണ് ഈ കാൽക്കുലേഷൻസ് ചെയ്തത്. അപ്പൊ നമ്മുടെ തിയറി അനുസരിച്ച് ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. നമ്മുടെ തിയറി അനുസരിച്ച് 10 പാർട്ടിക്കിൾ
പാർട്ടിക്കിൾസിനാണ് എത്ര കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? 100 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെയാണ് നമ്മൾ MP കിട്ടിയത് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 10 പാർട്ടിക്കിൾ നമ്മൾ ഉള്ളിലേക്ക് ഇട്ടില്ലേ, 2 പാർട്ടിക്കിൾസ് ചേർന്ന് എത്ര പാർട്ടിക്കിൾസ് ആയി? ഒരൊറ്റ പാർട്ടിക്കിളായി. 2 പാർട്ടിക്കിൾസ് എത്ര പാർട്ടിക്കിളായി? നമ്മൾ ഇട്ടത് എത്രണ്ണം? 10 എണ്ണം. പക്ഷെ ഇട്ട വഴിക്ക് 2 എണ്ണം എന്തോ കാരണങ്ങൾ കൊണ്ട് 2 പാർട്ടിക്കിൾ എത്ര പാർട്ടിക്കിളായി? പരസ്പരം കണക്ട് ആയിട്ട് ഒരു പാർട്ടിക്കിളായി. അസോസിയേഷൻ. എന്താണ് അസോസിയേഷൻ സംഭവിച്ചു? പ്രശ്നമില്ല. അപ്പൊ ആക്ച്വലി നമുക്കിപ്പോ എത്രയാ നമ്പർ? സൊല്യൂഷനുള്ളിൽ എത്രയാ നമ്പർ? നമ്മൾ ഇട്ടത് എത്രയാ? 10 ആണ്. നമ്മൾ ആ 10-അനുസരിച്ചാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കിട്ടിയേക്കണെന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയാണ് നമ്മൾ എത്ര പറഞ്ഞാണ് MP? പറയേ 50 പറഞ്ഞാണ്. പക്ഷെ ആക്ച്വലി എത്രണ്ണേ ഉള്ളൂ? സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ എത്രണ്ണായിട്ട് ആക്ട് ചെയ്യണേ? ആ 10 എണ്ണം എത്രണ്ണായിട്ട് ആക്ട് ചെയ്യണേ? പറയൂ, ഒക്കെ പറയണ്ട. 5 എണ്ണമായിട്ടല്ല ആക്ട് ചെയ്യണേ. അപ്പൊ ഈ 100 എന്ന് പറയുന്നത് 10 എണ്ണത്തിന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണോ 5 എണ്ണത്തിന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണോ? ആക്ച്വലി എത്ര എണ്ണത്തിന്റെയാ? 5 എണ്ണത്തിന്റെ. നമ്മൾ ഇട്ടത് എത്രയാ? 10. പക്ഷെ അത് ആക്ട് ചെയ്തത് എത്രണ്ണായിട്ടാ? 5 എണ്ണമായിട്ട്. അപ്പൊ ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എത്ര പാർട്ടിക്കിൾസിന്റെയാണ്? ആ സൊല്യൂഷനിൽ 5 പാർട്ടിക്കിൾസ് ചെല്ലുമ്പോഴുള്ളതാണ്. ആണോ? ശരിയല്ലേ? അപ്പൊ MP നമുക്ക് എത്ര കിട്ടിയത്? 50. 2 പാർട്ടിക്കിൾ ചേരുമ്പോഴാണ് ഒരു പാർട്ടിക്കിൾ ആയി ഉണ്ടാവുക അല്ലെ? അപ്പൊ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ള ഈ MP എന്ന് പറയുന്നത് ഈ 5 എണ്ണത്തിലത്തെ ഒരെണ്ണത്തിന്റെ വെയിറ്റാ. അപ്പൊ ആക്ച്വലി എത്ര എണ്ണത്തിന്റെ വെയിറ്റാ? 2 എണ്ണത്തിന്റെ വെയിറ്റ് ആയിട്ട് കാൽക്കുലേഷൻ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ശരിയല്ലേ? ആണോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മാഷ് എത്ര കിട്ടും? കിട്ടിയ കാര്യം വെച്ചിട്ട് നമ്മൾ MP കണ്ടു. അപ്പൊ 10 എണ്ണത്തില് ഒരെണ്ണത്തിന്റെ വെയിറ്റ് ആണ് എത്ര? 50 എന്നാണ് നമ്മള് വിചാരിച്ചത്. കാരണം സൊല്യൂഷനിൽ എത്ര എണ്ണമായിട്ടാണ് നിൽക്കുന്നത്? പറയോ? സൊല്യൂഷനിൽ 10 എണ്ണമായിട്ടല്ല നിൽക്കണമെന്നല്ല നമ്മൾ കരുതുന്നത്. പക്ഷെ ആക്ച്വലി സൊല്യൂഷനിൽ എത്ര എണ്ണമായിട്ടാണ് നിന്നത്? അപ്പൊ ആക്ച്വലി ഈ 50 എന്ന് പറയുന്നത് എത്ര എണ്ണത്തിന്റെയാ? 2 എണ്ണത്തിന്റെ. അപ്പൊ ഒരെണ്ണത്തിന്റെ ശരിക്കും എത്രയായിരിക്കും? 25 ആയിരിക്കും അല്ലെ? കാരണം സൊല്യൂഷനിൽ എത്ര പാർട്ടിക്കിൾസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നേ? 5. നമ്മൾ എത്ര ഇട്ടു? നമ്മൾ ഇട്ട ഒരു പാർട്ടിക്കിളിന്റെ വെയിറ്റ് ആണോ നമുക്ക് കിട്ടുക? അല്ല, അവര് 2 എണ്ണം കൂടെ എത്രണ്ണായി? ഒരെണ്ണായി. ആ ഒരെണ്ണത്തിന്റെ വെയിറ്റ് ആണോ നമുക്ക് കിട്ടുക? അപ്പൊ ആക്ച്വലി ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 10 എണ്ണത്തിന്റെ 5 എണ്ണത്തിന്റെയാ? ശരിക്കും എക്സ്പെരിമെന്റ് ചെയ്യുമ്പോ എത്ര എണ്ണമായിട്ട് നിൽക്കണേ? ശ്രദ്ധിക്കേ, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോ എത്ര എണ്ണമായിട്ട് നിൽക്കണേ? അപ്പൊ ഈ 100 ആരുടെയാ? 5 എണ്ണത്തിന്റെ. 5 എണ്ണത്തിൽ ഒരെണ്ണത്തിനാണ് എത്ര? ഈ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര എണ്ണ? അപ്പൊ ഒരെണ്ണത്തിന് എത്രയാ? അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്താ? ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂ അപ്പടി എന്തായിരിക്കും? തെറ്റായിരിക്കും. അസോസിയേഷൻ സംഭവിക്കുമ്പോ നമുക്ക് ഇതിൽ കിട്ടുന്ന വാല്യൂസ് എന്തായിരിക്കും? ഈ 50 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ, നമുക്ക് കിട്ടുന്ന വാല്യൂ ശരിയാണോ തെറ്റാണോ? തെറ്റായിരിക്കും. ഇതാണ് ഇതിന്റെ എന്ത് വാല്യൂ? നോർമൽ വാല്യൂ. ഇതാണ് ഇതിന്റെ എന്ത് വാല്യൂ? അവർക്ക് പറ, ഇത് എന്ത് വാല്യൂ ആയിരിക്കും? അബ്നോർമൽ വാല്യൂ ആണ്. നമ്മൾ ഇട്ടൊരു പാർട്ടിക്കിളിന്റെ വെയിറ്റ് 50 ആണോ? അല്ല, ആക്ച്വലി അത് എത്രയാ? നമ്മള് ഇട്ടൊരു പാർട്ടിക്കിളിന്റെ ഈ 50 എന്ന് പറയുന്നത് എത്ര പാർട്ടിക്കിളാ? 5 എണ്ണത്തിൽ 1 അല്ലെങ്കിൽ 10 എണ്ണത്തിൽ 2 എണ്ണത്തിന്റെ വെയിറ്റ്. അങ്ങനെയല്ലേ കണക്ക്? 5 എണ്ണത്തിൽ 1ന്റെ വെയിറ്റ് അല്ലെങ്കിൽ 10 എണ്ണത്തിൽ 2 എണ്ണത്തിന്റെ വെയിറ്റ് ആണ്. അപ്പൊ ഇത് എന്ത് മോളിക്കുലാർ മാസാ? അവർക്ക് പറഞ്ഞേ അബ്നോർമൽ. മറ്റേതാണ് അതിന്റെ എന്ത് വാല്യൂ? ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ തെറ്റാനുള്ള കാരണം? 10 എണ്ണം ഇട്ടത് സൊല്യൂഷനിൽ പോയപ്പോ അവര് വേറെ സ്വഭാവം കാണിച്ചു. അവർ എത്രണ്ണായി? അവർ 2 പേര് ചേർന്ന് ഒന്നായിട്ട് എത്രണ്ണായി? അതിനൊരു വാക്ക് പറഞ്ഞു മാഷ്, അസോസിയേഷൻ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? അതാണ് ഈ വാല്യൂ മിസ്സിങ് വരാനുള്ള കാരണം അല്ലെ? അസോസിയേഷൻ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അസോസിയേഷൻ ഇല്ലെങ്കിൽ എത്ര? നിങ്ങൾ എത്ര ഇട്ടത്? 10 എണ്ണം. ആ 10 എണ്ണം എത്ര ആയിട്ട് തന്നെയാണ് നിൽക്കണേ? 10 എണ്ണം. അപ്പൊ നിങ്ങൾ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന്റെ വെയിറ്റ് തന്നെയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവും ഇല്ല? തിയററ്റിക്കലി കിട്ടുന്ന വാല്യൂ അവിടെ ശരിക്കുള്ള വാല്യൂ എന്തായിരിക്കും? സെയിം. ഇതിപ്പോ നമ്മൾ ഈ 100 വെച്ചിട്ട് ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ഈ 100 വെച്ചിട്ട് കാണുന്ന വാല്യൂ ആക്ച്വലി എത്ര എണ്ണത്തിന്റെയാ? 2 എണ്ണത്തിന്റെയാ. കാരണം അവരവിടെ പോയിട്ട് എന്തായിട്ട് നിൽക്കണേ?
അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് ആക്ട് ചെയ്യണേ. അപ്പൊ അതിന്റെ റിസൾട്ടിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി അബ്നോർമൽ മോളാർ മാസ് കിട്ടാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അസോസിയേഷനിൽ നിന്ന് ഒരു സാധ്യത കൂടെ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞോ. ഇപ്പൊ രണ്ടെണ്ണം വെള്ളത്തിലേക്ക് പോയപ്പോ രണ്ടെണ്ണം ചേർത്തിട്ട് ഒന്നായി. ഇനി വേറെ സാധ്യത നിങ്ങൾ പറയോ? ഇതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കാലോ. വെള്ളത്തിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യാം? നമ്മൾ ഒരെണ്ണം ഇട്ടു, ആ വെള്ളത്തിന് മുമ്പ് എത്ര എണ്ണ വരുന്നത്? പറയടാ, വരില്ലേ? ഞാൻ ഒരു NaCl-ാണ് ഇട്ടത്, അപ്പൊ ഞാൻ ഒന്നായിട്ട് കൗണ്ട് ചെയ്തേ. NaCl ഭയങ്കര വഴക്കാണ് അല്ലേ? അവർ വെള്ളത്തിൽ പോയി അപ്പം തന്നെ കാണുന്നു, അവരെന്താവും? എന്റെ പ്ലസും. അപ്പൊ എത്ര പാർട്ടികളായി? ഞാൻ എത്ര ഇട്ടത്? അപ്പൊ അവിടെ പോയപ്പോ എത്ര എന്ത് സ്വഭാവം കാണിക്കണേ? രണ്ടെണ്ണം. വ്യത്യാസം കാണിക്കില്ലേ? അപ്പൊ ഞാൻ 10 ഇട്ടു, 10 കൊളിഗേറ്റിവ് പ്രോപ്പർട്ടി 100, MB എത്ര? 50. പക്ഷെ ഇതിന് സൊല്യൂഷനിൽ മുമ്പ് ഈ 10 എത്ര ആക്ട് ചെയ്യണേ? 20 ആക്ട് ചെയ്യണം. പകുതി അല്ലേ? ഒരു പാർട്ടിക്കിൾ പകുതിയായിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ എനിക്ക് MB അതിന്റെ വ്യത്യാസം കാണിക്കില്ലേ? എവിടെ MB വ്യത്യാസം കാണിക്കില്ലേ? അപ്പൊ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മോളാർ മാസ് എന്തായിട്ട് കിട്ടും? റോങ് ആയിട്ട് കിട്ടും. ഈ അസോസിയേഷനും ഡിസോസിയേഷനും കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നോ? ഇല്ല. നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല. ഒരു പാർട്ടിക്കിൾ ഇട്ട് എത്ര പാർട്ടിക്കിൾ തന്നെ? ഒരു പാർട്ടിക്കിൾ തന്നെയാണ് നമ്മൾ സംസാരിച്ചത്, ആണോ? ഈ കണക്ക് അവിടെ കൊണ്ടുവന്നിട്ടാ? ഇല്ല, ഈ കണക്ക് അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഈ കണക്ക് കൊണ്ടുവരുമ്പോ കാര്യങ്ങള് പിന്നെയും വൈലേറ്റ് ആവും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും കൂടെ ഉൾപ്പെടുത്തണം. ഈ പ്രശ്നം കൂടെ എന്ത് ചെയ്യണം? പരിഹരിക്കണം. അസോസിയേഷൻ സംഭവിച്ചപ്പോ നമ്മൾ എന്താ കണ്ടത്? 50ന്റെ വാല്യൂ എത്രയാണോ കണ്ടത്? അപ്പൊ ശരിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2 പേര് ചേർന്നല്ലേ? അപ്പൊ ആ 2 കൊണ്ട് എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ബൈൻഡ് വരും. എനിക്ക് നമുക്ക് വരാം. ചിലപ്പോ 3 പേര് ചേർന്നിട്ട് ഒന്നായാലോ? അസോസിയേറ്റ് ചെയ്തല്ലോ. അപ്പൊ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതായത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വരാം. പതുക്കെ കണക്കായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് എഴുതി പോക്കോട്ടെ. നോട്ട് ഡിസോസിയേഷൻ, അസോസിയേഷൻ ഒക്കെ എഴുതാം. അബ്നോർമൽ മോളാർ മാസ് തൊട്ട് താഴെ എഴുതാം. The wrong values of molar masses obtained from colligative properties are called abnormal molecular masses. സമയം എന്തായി? Abnormal molecular masses. Normal molecular masses. This is due to. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക? സംഭവിക്കുന്നുണ്ടാവുക? This is due to association and dissociation. Association and dissociation. അതായത് ഒരു മോളിക്യൂളിന്റെ നോർമൽ മോളിക്കുലാർ മാസ് 60. ആലോചിച്ച് പറയാം കേട്ടോ. ഒരു മോളിക്കുലാർ മാസിന്റെ ഒരു മോളിക്യൂളിന്റെ ശരിക്കുള്ള വാല്യൂ എത്രയാണ്? 60 ആണ്. നമ്മൾ കൊളിഗേറ്റീവ് ഒക്കെ ചെയ്തു വന്നപ്പോൾ 120 കിട്ടി. കൊളിഗേറ്റീവ് ചെയ്തു വന്നപ്പോൾ എത്ര കിട്ടി? 120 ആണ് കിട്ടി.
കുഴപ്പമില്ലല്ലോ. ക്ലിയർ? ഇത് അസോസിയേഷനാ ഡിസോസിയേഷനാ? സമാധാനം പോലെ പറഞ്ഞത് കൂട്ടി പറയാം. ശരിക്കും ഇതിന്റെ വാല്യൂ ഒരു പാർട്ടിക്കിളിന് 60 നമ്മൾ മെഷർ ചെയ്ത് പിടിച്ച് വന്നപ്പോൾ 120 കിട്ടും. അസോസിയേഷനാ ഡിസോസിയേഷനാ? ഒക്കെ പറഞ്ഞേ, അസോസിയേഷനാ ഡിസോസിയേഷനാ? രണ്ടും പറയണ്ടേ. അസോസിയേഷൻ കാര്യം ചെയ്യും, കൈ പൊന്നിച്ചോ, തെറ്റിക്കോട്ടെ, അപ്പോഴേക്കും ബാക്കിയുള്ളവരെ വോട്ട് നോക്കുക. കൈ പൊന്നിച്ചോ തന്നെ ഡിസോസിയേഷൻ ആണോ പറയുന്നത്? ഒന്ന് ആലോചിച്ചാൽ വരുന്നത്. പക്ഷേ ഐഡിയ പറഞ്ഞത് ശരിക്കും വാല്യൂ എത്രയാ? കറക്റ്റ് വാല്യൂ എത്രയാ? 60. നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ മെഷർ ചെയ്ത് പിടിച്ച് വന്നപ്പോ എത്ര കിട്ടണേ? 120 കിട്ടണേ. ഒന്ന് ആലോചിക്കുക, നല്ല പോകട്ടെ. സമയം എടുത്തോ, പരസ്പരം ഡിസ്കസ് ചെയ്തോ. അസോസിയേഷൻ ആയിരിക്കും ഡിസോസിയേഷൻ ആയിരിക്കും? അപ്പൊ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും ഡിസോസിയേഷൻ. അസോസിയേഷൻ ഡിസോസിയേഷൻ ഞാൻ പറഞ്ഞപ്പോ ഡിസോസിയേഷൻ അസോസിയേഷൻ ആളുകൾ പറയാൻ ആലോചിക്കുക. ഒന്ന് ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കുഴപ്പമില്ല. ഒരു പാർട്ടിക്കളാണ് എത്ര? ഡിസോസിയേഷൻ അസോസിയേഷനാ? ഡിസോസിയേഷൻ കംപ്ലീറ്റ് മാറ്റി അവിടെ ആദ്യം കറക്റ്റ് പറഞ്ഞാൽ മതി. അസോസിയേഷൻ ആണ്. എങ്ങനെ ഡിസോസിയേഷൻ ആണ്? അല്ല നല്ല തമാശ എന്താ അറിയോ? ആദ്യം ഭൂരിഭാഗം ആൾക്കാരും അസോസിയേഷനാ പറഞ്ഞത്. എന്റെ ഒരു ഓർമ്മ ഞാൻ ഇവിടെ പറഞ്ഞ് ശരിക്കും വന്നപ്പോഴേക്കും അവിടെ കംപ്ലീറ്റ് എന്താക്കി? ഡിസോസിയേഷൻ ആക്കി. എന്താ അസോസിയേഷൻ നടന്നെന്ന് പറയണേ? ഇവിടെ ശ്രദ്ധിക്കേ, ഇവിടെ ശ്രദ്ധിക്കണം. സിമ്പിളാണ്, സിമ്പിളാണ്. അതായത് എയും ബിയും രണ്ടുപേരും ഒരേ വെയിറ്റ് ആണെന്ന് കൂട്ടിക്കോ. എയുടെ വെയിറ്റ് എത്രയാ? എത്രയാ? ഒറിജിനൽ വെയിറ്റ് പറഞ്ഞാൽ 60. എയുടെ വെയിറ്റ് എത്രയാ? കറക്റ്റ് വെയിറ്റ് എയുടെ 60. കറക്റ്റ് വെയിറ്റ് ബിയുടെയും എത്രയാണ്? 60. നിങ്ങൾ വെയിറ്റ് നോക്കാൻ പറഞ്ഞു. ആരെങ്കിലും എടുത്ത് വെയിറ്റ് നോക്കാൻ പറഞ്ഞു. എയുടെ വെയിറ്റ് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എയുടെ വെയിറ്റ് എത്രയാ? 120 പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എയുടെ മുകളിൽ ആര് കയറിയിരുന്നു? ബി കയറിയിരുന്നു. അപ്പോൾ 120 കിട്ടുമോ? ഒരൊന്നായി. മനസ്സിലായ? മനസ്സിലായില്ല? എയും ബിയും ഉണ്ട്. എയും ബിയും ഉണ്ട്. എയുടെ വെയിറ്റ് എത്രയാ? 60. ഞാനും ജസ്മിനാന്ന് കൂട്ടിക്കും. എന്റെ വെയിറ്റ് എത്രയാ? 60. ജസ്മിന്റെ ഞാൻ 65. ഞാൻ 60. അവന് എത്രയാ? 60. ക്ലിയർ? അപ്പൊ ഞങ്ങളുടെ ഇൻഡിവിജ്വൽ വെയിറ്റ് എത്രയാ? കറക്റ്റ് വെയിറ്റ് എത്രയാ? എന്റെ കറക്റ്റ് വെയിറ്റ് എത്രയാ? അവന്റെ കറക്റ്റ് വെയിറ്റ് എത്രയാ? 60. അല്ല വന്നിട്ട് ഞങ്ങളുടെ വെയിറ്റ് നോക്കി എന്നിട്ട് പറഞ്ഞു വേറെ ആളോട് പറഞ്ഞു അതെ മാഷിന്റെ വെയിറ്റ് 120 പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ആരെങ്കിലും എന്റെ പുറത്ത് കയറിയിട്ടുണ്ടാവണോ? എന്റെ പുറത്ത് കയറിയിരിക്കണ്ടേ? അപ്പോഴല്ലേ 120 കിട്ടുള്ളൂ. ആണോടാ? അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അസോസിയേഷൻ അല്ലേ? അപ്പൊ അസോസിയേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ശരിക്കുള്ള വാല്യൂവിനേക്കാളും ഡബിൾ ആയിരിക്കും. അത് ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആവാൻ 3 പേര് നിൽക്കാൻ ട്രിപ്പിളോ ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ 2 മോളിക്യൂൾ ചേർന്നിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ 3 മോളിക്യൂൾസ് ചേർന്നിട്ട് എന്ത് ചെയ്യാം? അസോസിയേറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് വരാം. നമ്മുടെ പോയിന്റ് എന്താ? പോയിന്റ് എന്താ? അസോസിയേഷൻ സംഭവിക്കുമ്പോൾ എന്താ? അസോസിയേഷൻ സംഭവിക്കുമ്പോൾ അബ്നോർമൽ മോളാർ മാസ് തെറ്റായി കിട്ടുന്ന വാല്യൂ ശരിയായിട്ടുള്ള വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും കുറവായിരിക്കും. അവർക്ക് പറഞ്ഞേ കൂടുതൽ. ഇവിടെ ഞങ്ങളുടെ വെയിറ്റ് എന്റെ വെയിറ്റ് 120 പറഞ്ഞു. അത് തെറ്റായിട്ടുള്ള വാല്യൂ അല്ലേ? എന്റെ ശരിക്കുള്ള വെയിറ്റ് എത്രയാ? 60. എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ ജസ്റ്റിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? അപ്പൊ എന്താ? അബ്നോർമൽ മോളാർ മാസ് ഈസ് ഗ്രേറ്റർ ദാൻ നോർമൽ മോളാർ മാസ്. എപ്പോ? അസോസിയേഷൻ. എപ്പോഴാ? അസോസിയേഷൻ. ശരിയല്ലേ? നേരത്തെ മാഷ എഴുതിയൊരു എക്സാമ്പിള് 50 ഉം 20
5. 25 നോർമൽ അല്ലേ? അസോസിയേറ്റ് ചെയ്ത കാരണമാണ് എത്ര വന്നേ? 50 വന്നേ. കുഴപ്പമില്ലല്ലോ, എഴുതി വെച്ചപ്പോ. ഇവിടെ ശ്രദ്ധിച്ചേ, മോളിക്കുലർ മാസ് നമ്മൾ പറഞ്ഞു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയോട് എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയോട് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? ശ്രദ്ധിക്കേ എന്താ പോണോ? വേറൊരു കാര്യം അറിയാം നമുക്ക്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനോട് പ്രൊപ്പോർഷണലാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആണോടാ? ഈ 4 എണ്ണത്തിൽ ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? ഡെൽറ്റ ടി പി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? ഡെൽറ്റ ടി പി എന്തിനോട് പ്രൊപ്പോർഷണലായി? മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഇല്ലേ? ഡെൽറ്റ ടി എഫ് എന്തിനോട് പ്രൊപ്പോർഷണലാ? നമ്പർ ഓഫ് മോൾസ് ഇല്ലേ? പിന്നെ പൈ കൃത്യമായിട്ട് എഴുതി നമ്മള്. പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താ എഴുതിയേ? എൻ തന്നെ എഴുതി അല്ലേ? ആണോ? എമ്മിൽ എൻ ഇല്ലേ? മൊളാലിറ്റി N/W. അപ്പൊ കൊളിഗേറ്റീവ് അത് അവിടെ ഉണ്ട് കേട്ടോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനോട് പ്രൊപ്പോർഷണലാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ജനറലി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോട് പ്രൊപ്പോർഷണലാണ്. കുഴപ്പമില്ലല്ലോ, ശ്രദ്ധിക്കട്ടോ. അപ്പൊ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടിയാൽ എന്ത് കൂടും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി എന്ത് പറയും? ഇത് പെർഫെക്റ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതുവരെ ഓക്കെ ആണോ? അസോസിയേഷനിൽ എന്തുണ്ടാവണം നോക്കാം. അസോസിയേഷനില് പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിന് എന്താ സംഭവിക്കണേ? അസോസിയേഷനിലെ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിന് എന്താ സംഭവിക്കണേ? കൂടുകയാണോ കുറയണോ? കുറഞ്ഞു. 10 എണ്ണവും അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 എണ്ണം, 10 5 ആവും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? പറഞ്ഞേ, കുറയും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ കൂടുതലുള്ള വാല്യൂ ആയിരിക്കും. അപ്പൊ അബ്നോർമൽ മോളാർ മാസ് എന്തുകൊണ്ടാണ് അസോസിയേഷനിൽ കൂടുന്നത്? മനസ്സിലായ? നോർമൽ വാല്യൂവിനേക്കാളും കൂടുതൽ വാല്യൂ ആണ് കിട്ടുക. എന്തുകൊണ്ടാ? അസോസിയേഷനില് മോളിക്കുലർ മാസ് കൂടും. അപ്പൊ അസോസിയേഷനില് അബ്നോർമൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ നോർമലിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നോട്ട് ശരിക്കും കണ്ടെത്താൻ ഇതിൽ വലിയ പേരൊക്കെ കൊടുക്കണം. നമുക്ക് അത്ര ശരിക്കും എഴുതണ്ട. ശരിക്കും എഴുതണ്ടോ? ഇത്ര എഴുതണ്ടോ? എന്താ? ഇൻ അസോസിയേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിക്രീസസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി increases. Since colligative property increases, the molecular mass obtained increases the normal value. കുഴപ്പമില്ല, increases the normal value. അങ്ങനെ എഴുതിയാൽ മതി. അത് സൗകര്യം അല്ലേ? പഠിക്കാനും സൗകര്യം ഉണ്ടോ? അല്ലെങ്കിൽ വലിച്ചു വാരി എഴുതുന്നതിൽ കാര്യമില്ല. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. എന്നിട്ട് പറയാം, ഒന്നുകൂടെ വായിച്ചേ. എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എന്താ? എഫക്റ്റീവ് ആയിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? വെള്ളത്തിൽ ഇപ്പൊ എത്രണ്ണേ ഉള്ളൂ? 10 എത്രണ്ണേ ഉള്ളൂ? 10 എത്രയേ ഉള്ളൂ? 5. അപ്പൊ വായിക്കുക ആദ്യം, നിങ്ങൾ എഴുതിക്കോ. വായിച്ചേ. ഇൻ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ molecular mass obtained increases the കുഴപ്പമില്ലല്ലോ. എത്ര തന്നെ എഴുതി? സമയം എന്തായി? 15 ഫാക്ടർ നാളേക്ക് വെക്കാം. ഒരു ഗ്ലാസ് കൂടി ഇടാൻ വേണ്ടി. നാളെ എല്ലാവരും കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ, മറക്കരിക്കോ. ഇന്ന് തീർക്കായിരുന്നു, ലേശം കൂടെ ഉള്ളോ. മൊബൈലിരിക്കുന്ന കഴിയൂട്ടാ വേണ്ടല്ലേ, വെക്കേഷനൊക്കെ അല്ലേ. ഡിസോസിയേഷനിൽ ഈ കഥ എന്ന് പറഞ്ഞപ്പോ, in dissociation the effective number of particles increases, colligative property increases, molecular mass obtained decreases,
than normal. ഇത് ചോദിച്ചു ജസ്റ്റിനെ നാളെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. സൽമയും പിന്നെ ആരാ ആയുഷ് വന്നിട്ടില്ല. ആ മാത്സ് നോക്കിയാ അത് ഈവനിങ് എപ്പോഴെങ്കിലും വരണം കേട്ടോ. പേപ്പർ നോക്കി കഴിഞ്ഞാൽ പഠിക്കണം. അല്ലാന്നത്തെ കാര്യം ക്ലാസ് ആ മാർക്കിൽ അവർക്ക് ഈവനിങ് ക്ലാസ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ഡിഫറൻസിയേഷൻ അല്ലാണ്ട് എന്താ കാര്യം. ആ ഒരു 1 hour നോക്കാം വൈകുന്നേരം. മാർക്കില്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല. ഈവനിങ് വരണ പോട്ടാ, അല്ലാണ്ട് കാര്യമില്ല. ക്ലാസ് പറഞ്ഞു ഈവനിങ് ആയിരിക്കും കേട്ടോ. ക്ലാസ് പ്ലസ് 1 പിള്ളേരൊക്കെ നീ പറഞ്ഞോട്ടാ. എക്സാം ആ പേപ്പർ നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പൊ അതിൽ മാർക്ക് കുറവുള്ളവരും കൂടെ ഒരുമിച്ച് അല്ല നല്ലത്. നോക്കി തുടങ്ങിയിട്ടുണ്ട് 3-4 പേപ്പർ എടുത്തു നോക്കിയാൽ പറ്റേ. ചെറിയൊരു പോയിന്റ് കൂടെ ഇരുന്നോ എടുത്തു വെച്ചാ അത് ആഡ് ചെയ്യണം കേട്ടോ. നാളെ പറഞ്ഞിട്ട് പോവാം. എടുത്തു വെച്ചോ ലാസ്റ്റ് പോയിന്റ്. അന്ന് പറഞ്ഞേ ഇവിടെ ഡിസോസിയേഷൻ എഴുതിയ ഡിസോസിയേഷന്റെ കഥ വായിച്ചേ. ഇൻ ഡിസോസിയേഷൻ effective number of particles increases. Okay, നമുക്ക് കിട്ടുന്ന മോളിക്കുലർ മാസ് ഡിക്രീസസ് ദാൻ നോർമൽ ലെവൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി അവസാനിപ്പിക്കുക. നിങ്ങൾ എഴുതണ്ട, നോക്കിയിരുന്നാൽ മതി. അതായത് ഇത്രയേ ഉള്ളൂ. ഇൻ അസോസിയേഷൻ. ഇൻ അസോസിയേഷനിൽ എന്താ സംഭവിക്കുന്നത്? ബോർഡിൽ ശ്രദ്ധിച്ച് ഏതാ വലുത്? ഒബ്സർവ്ഡ് വാല്യൂ ആണോ വലുത്, നോർമൽ ആണോ വലുത്? അസോസിയേഷനിൽ ഒബ്സർവ്ഡ് അല്ലേ വലുത്. കാരണം എത്ര പേരുടെ വെയിറ്റ് അത്? 2 പേരുടെ വെയിറ്റ്. അപ്പൊ എന്താ? ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് ഈസ് ഗ്രേറ്റർ ദാൻ പറയടാ നോർമൽ മോളിക്കുലർ മാസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയൂടെ? ഏതിലാ കൂടുതല്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി റോങ് ആയിട്ട് കിട്ടണ നമ്മൾ മെഷർ ചെയ്യണാണോ ശരിക്കും കിട്ടേണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് കൂടുതൽ അവിടെ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞിട്ടല്ലേ റീഡ് ചെയ്യുക. അപ്പൊ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ശരിക്കും അവിടെ വരേണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനേക്കാളും അല്ല ഇതേതായിരുന്നു? അസോസിയേഷൻ അല്ലേ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞു, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞു. അപ്പോ അപ്പൊ എന്താ വരിക? കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്ത്? അതായത് അസോസിയേഷൻ ശ്രദ്ധിക്കുക. അസോസിയേഷൻ സംഭവിച്ചില്ലെങ്കിൽ കിട്ടേണ്ട പ്രോപ്പർട്ടിനേക്കാളും കുറവാണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ CP എന്ത് ചെയ്യുന്നത്? കുറഞ്ഞത് ആണോ? അപ്പോഴാണ് മോളിക്കുലർ മാസ് എന്ത് ചെയ്യുന്നത്? ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് എന്ത് ചെയ്യുന്നത്? കൂടിയത്. ഡിസോസിയേഷനിൽ പറഞ്ഞേ, ഇൻ കേസ് ഓഫ് ഡിസോസിയേഷൻ പറഞ്ഞേ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് എന്താ? പറയേ ലെസ് ദാൻ നോർമൽ. എന്താ കാരണം? കാരണം ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തായി? ഗ്രേറ്റർ ദാൻ നോർമൽ കൊളിഗേറ്റീവ്. എന്തുകൊണ്ട് ഈ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഗ്രേറ്റർ ആവാനുള്ള കാരണം? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായി? കൂടുതലായി. ഡിസോസിയേഷൻ ചെയ്യുമ്പോൾ 10 എത്രണ്ണായിട്ട് ആക്ട് ചെയ്യണേ? 20 ആയിട്ട് ആക്ട് ചെയ്യണേ. അപ്പൊ 20 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റീഡ് ചെയ്യണേ. 20 ആണോ നമ്മൾ ഉദ്ദേശിച്ചേ? അല്ല, നമ്മൾ എത്ര ഉദ്ദേശിച്ചാണ്? 10. പിടികിട്ടിയോ? ഇതാണ് ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇത് എന്തായിരിക്കുന്നതാണ് നോക്കാം. കുഴപ്പമില്ല, ഐഡിയ മനസ്സിലായ. ഇത് ക്ലിയർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? വാൻ ഹോഫ് ഫാക്ടർ. ശരിയാണ്, താങ്ക് യു. നാളെ വരുമ്പോ പഠിച്ചു വരണം കേട്ടോ. നാളേക്ക് പഠിക്കാനുള്ളത് മാഷ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ടാ കേട്ടോ. പഠിച്ചോന്നാ.